ക്ലാസ് ഇല്ലേ? ഇന്ന് ക്ലാസ് ഇല്ലേ? Good afternoon. Good afternoon, teacher. Good afternoon, miss. Good afternoon. Good afternoon. പഠിച്ചോ എല്ലാവരും? കഴിഞ്ഞ ക്ലാസ്സിലത്തെ കഴിഞ്ഞ ചാപ്റ്റർ എല്ലാവരും നോക്കിയായിരുന്നോ? ഇല്ലേ, നോക്കിയില്ലേ? എല്ലാരും പഠിച്ചു കഴിഞ്ഞില്ലേ കഴിഞ്ഞ ചാപ്റ്ററിലത്തെ? അതെ. കഴിഞ്ഞല്ലേ? ഞാനിപ്പോ നിങ്ങൾക്ക് ഒരു ലാസ്റ്റ് ഒരു 15 മിനിറ്റോ 20 മിനിറ്റോ എടുത്തിട്ട് ഒരു എക്സാം നടത്താം കേട്ടോ, ലൈവ് എക്സാം കേട്ടോ. എല്ലാവരും റെഡി അല്ലേ? ആർക്കും എതിരഭിപ്രായമൊന്നും ഇല്ലല്ലോ? ഇല്ല, ഓക്കെ. ഇല്ല. പേടിക്കണ്ട, നിങ്ങൾ പഠിച്ചു കഴിഞ്ഞ കാര്യങ്ങൾ തന്നെയാണ്. വൺ വേർഡ് ആയിട്ടുള്ള ചോദിക്കുള്ളൂ. നിങ്ങൾ ഓപ്ഷൻ ഉണ്ടാവില്ല. അപ്പൊ നിങ്ങൾ ഓർമ്മയിൽ നിന്ന് എടുത്ത് എഴുതാനായിട്ട് ശ്രമിക്കുക കേട്ടോ. ആരും ഓടിയൊന്നും പോരുത് ആ സമയമാകുമ്പോ. എല്ലാവരും ചെയ്ത് നോക്കണം കേട്ടോ. ഓക്കെ, അപ്പൊ നമ്മുടെ നെക്സ്റ്റ് ചാപ്റ്റർ എന്ന് പറയുന്നത് സമുദ്രവും മനുഷ്യനും എന്ന് പറയുന്ന ഒരു ചാപ്റ്റർ ആണ് കേട്ടോ. നോക്കിയേ, സമുദ്രം എന്താ പറയുന്നത്? സമുദ്രത്തെ കുറിച്ചിട്ടാണ് ഒരു പിക്ചർ കൊടുത്തിരിക്കുന്നത്. സമുദ്രത്തിനെ കുറിച്ചിട്ടാണ് അല്ലെ. അപ്പൊ ഇതിനകത്ത് ഫസ്റ്റ് എന്ന് പറയുന്നത് എന്താണ്? മനുഷ്യന്റെ ജീവിതവുമായി ബന്ധപ്പെട്ട് എന്താണ് പല കാഴ്ചകളും നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് അല്ലെ ഇതിനകത്ത്. അതായത് പ്രത്യക്ഷമായിട്ടോ പരോക്ഷമായിട്ടോ എന്ത് ചെയ്യുന്നുണ്ട്? നമ്മള് കടലിനെ ആശ്രയിക്കുന്നുണ്ട് അല്ലെ. ഓക്കെ, ഇനി പ്രത്യക്ഷമായിട്ടും പരോക്ഷമായിട്ടും എന്ന് പറയുമ്പോൾ എന്താണ്? പ്രത്യക്ഷമായിട്ടെന്ന് പറഞ്ഞാൽ എന്താണ്? അതായത് കടലുമായിട്ട് ബന്ധപ്പെട്ട് അല്ലെങ്കിൽ മത്സ്യബന്ധനവുമായി ബന്ധപ്പെട്ട് എന്താണ് ജോലി ചെയ്യുന്ന ആളുകള്, പിന്നെ എന്താണ് ടൂറിസവുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ എന്താണ് ഷിപ്പിൽ ജോലി എടുക്കുന്ന ആളുകള്, അങ്ങനെ അങ്ങനെ കുറെ പേര് എന്ത് ചെയ്യുന്നുണ്ട്? കടലിനെ ഡെയിലി കാണുന്നുണ്ട്. അതുപോലെ തന്നെ പരോക്ഷമായിട്ട് എന്ന് പറഞ്ഞാൽ എങ്ങനെയാ വരിക? ഇപ്പൊ നമ്മളിപ്പോ ഡെയിലി നമ്മളുടെ എന്താണ് ഒരു ആഹാരത്തിൽ ഉൾപ്പെടുന്ന ഒന്നാണല്ലേ മീൻ എന്ന് പറയുന്നത് അല്ലെ, മത്സ്യം എന്ന് പറയുന്നത്. നമ്മൾ ഡെയിലി ഉൾപ്പെടുത്തുന്നുണ്ട്. എന്താണ് അതിന് നമ്മള് കടലിൽ നിന്നാണ് അത് കിട്ടുന്നത്, നമുക്ക് ആ മത്സ്യം കിട്ടുന്നത് അല്ലെ. അതാണ് നമ്മൾ പരോക്ഷമായിട്ട് കടലിനെ ആശ്രയിക്കുന്നതെന്ന് പറയുന്നത്. ഓക്കെ, അപ്പോ ഇവിടെ പറയുന്നത് ബഹിരാകാശത്തു നിന്ന് നോക്കിയാൽ ഒരു വലിയ ജലപ്പരപ്പായാണ് ഭൂമി നമുക്ക് അനുഭവപ്പെടുന്നത്. ജലപ്പരപ്പിൽ അങ്ങിങ്ങായി പൊന്തി നിൽക്കുന്ന കരഭാഗങ്ങളായാണ് വൻകരകൾ കാണപ്പെടുന്നത്. അപ്പൊ ഇവിടെ ഒരു ഡെഫിനേഷൻ ആണ് കൊടുത്തിട്ടുള്ളത്. എന്താണ് വൻകരകൾ എന്നാൽ എന്ത് അല്ലെ? കോണ്ടിനെന്റ്സ് അഥവാ വൻകരകൾ എന്നാൽ എന്ത്? എന്താണ്? ജലപ്പരപ്പില് അങ്ങിങ്ങായിട്ട് പൊന്തി നിൽക്കുന്ന കരഭാഗങ്ങളെയാണ് വൻകരകൾ എന്ന് പറയുന്നത്. നമ്മുടെ കടലിൽ നോക്കിക്കഴിഞ്ഞാൽ എന്താണ്? അങ്ങിങ്ങായിട്ട് എന്താണ് ഒരു വലിയൊരു ഭാഗം പൊന്തി നിൽക്കുന്നത് കാണാം. ആ ഒരു കരഭാഗത്തിനാണ് എന്ത് പറയുന്നത്? വൻകരകൾ എന്ന് പറയുന്നത്. ഇനി ഭൂഗോള വിസ്തൃതിയുടെ ഏതാണ്ട് 71% ജലഭാഗമാണ്. അപ്പൊ എന്താണ് 71% എന്താണ്? ഭൂഗോളത്തിൽ നോക്കിയാല്, ഭൂഗോള വിസ്തൃതി എടുത്തു നോക്കിയാല് നമുക്ക് 71% എന്താ കാണപ്പെടുക? വാട്ടർ ആണ് അല്ലെ, വെള്ളമാണ്, ജലമാണ് ഭൂരിഭാഗവും കാണപ്പെടുന്നത്. 71%. ഓക്കെ, ഇനി ബാക്കി 29% മാത്രമാണ് എന്തുള്ളത്? കരഭാഗമുള്ളത്. ലാൻഡ് ഏരിയ നമുക്കുള്ളത് എത്രയാണ്? 29% ഭാഗം മാത്രമാണ്. അപ്പൊ ഭൂഗോള വിസ്തൃതിയുടെ 71% എവിടെയായിരിക്കുന്നത്? വെള്ളത്തിലായിരിക്കണേ. ബാക്കി 29% ആണ് എവിടെ ഉള്ളത്? കരഭാഗത്തില് ഉള്ളത്. ഓക്കെ,
ഇനി കരഭാഗങ്ങൾക്കിടയിലായി സമുദ്രങ്ങൾ കാണപ്പെടുന്നു. അപ്പൊ എന്താണ് കരഭാഗങ്ങൾക്കിടയിലായിട്ട് എന്താ കാണപ്പെടുന്നത്? സമുദ്രങ്ങൾ കാണപ്പെടുന്നു എന്നാണ് പറയണത്. എന്തൊക്കെ സമുദ്രങ്ങളാ ഉള്ളത്? പസഫിക് സമുദ്രമുണ്ട്, അറ്റ്ലാന്റിക് ഉണ്ട്, ഇന്ത്യൻ മഹാസമുദ്രമുണ്ട്, ആർട്ടിക് സമുദ്രമുണ്ട് അല്ലെ. അപ്പൊ അന്റാർട്ടിക് സമുദ്രം എന്നിവയാണ് പ്രധാന സമുദ്രങ്ങൾ. അപ്പൊ നിങ്ങൾ സമുദ്രങ്ങളെ കുറിച്ച് വായിച്ചിട്ടുണ്ടെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. എന്ന് വെച്ചാൽ എന്താണ്, 5 സമുദ്രങ്ങൾ ഉണ്ടല്ലോ നമുക്ക്. ഏതൊക്കെയാണ് 5 സമുദ്രങ്ങൾ എന്ന് പറഞ്ഞേ? നിങ്ങൾ ഓർഡറിലൊന്ന് പറഞ്ഞേ. ആർക്കെങ്കിലും ഓർഡറിലൊന്ന് പറയാമോ? വലിപ്പക്രമത്തില് പറയാമോ ആർക്കെങ്കിലും? പസഫിക് സമുദ്രം, അറ്റ്ലാന്റിക് സമുദ്രം, ഇന്ത്യൻ മഹാസമുദ്രം, ആർട്ടിക് സമുദ്രം, അന്റാർട്ടിക് സമുദ്രം. ആർട്ടിക് സമുദ്രം ഏറ്റവും ഇതാണ് കേട്ടോ, അതായത് ഏറ്റവും ചെറുതാണ്, അതുകൊണ്ട് ഏറ്റവും ലാസ്റ്റ് വരിക കേട്ടോ. ഓക്കെ, പസഫിക് സമുദ്രം, അറ്റ്ലാന്റിക് സമുദ്രം, ഇന്ത്യൻ മഹാസമുദ്രം, അന്റാർട്ടിക് സമുദ്രം, ആർട്ടിക് സമുദ്രം കേട്ടോ. ഏറ്റവും ചെറുതാണ് ആർട്ടിക് സമുദ്രം. അപ്പൊ വലിപ്പക്രമം നോക്കുമ്പോൾ ഏറ്റവും വലുത് പസഫിക്കും ഏറ്റവും ചെറുത് ആർട്ടിക്കും ആണുള്ളത്. അപ്പൊ 5 മഹാസമുദ്രങ്ങളുടെ ഓർഡർ നമ്മൾ പറയുമ്പോൾ എന്ത് പറയണം? 1 പസഫിക് സമുദ്രം, 2 അറ്റ്ലാന്റിക് സമുദ്രം, 3 ഇന്ത്യൻ മഹാസമുദ്രം, 4 അന്റാർട്ടിക് സമുദ്രം, 5 ആർട്ടിക് സമുദ്രം. അങ്ങനെയാണ് അതിന്റെ ഓർഡർ വരിക. ഓക്കെ, ഇനി മുകളിൽ സൂചിപ്പിച്ച ഓരോ സമുദ്രവും അനേകം കടലുകളും ഉൾക്കടലുകളും കടലിടുക്കുകളും മറ്റും ചേർന്നതാണ്. അപ്പോ എന്താണ് ഈ സമുദ്രം എന്ന് പറയുന്നത്? എന്താണ് സമുദ്രത്തിന്റെ ഒരു ഡെഫിനിഷൻ എന്ന് പറയുന്നത്? അതിന്റെ നിർവചനം എന്ന് പറഞ്ഞാല് ഓരോ സമുദ്രവും എന്താണ്? അനേകം കടലുകൾ അല്ലെ, അനേകം കടലുകളും ഉൾക്കടലുകളും അതുപോലെ തന്നെ കടലിടുക്കുകളും മറ്റും ചേർന്നതാണ്. അപ്പൊ എന്താണ് സമുദ്രം എന്ന് പറയുന്നത്? അനേകം കടലുകളും ഉൾക്കടലുകളും കടലിടുക്കുകളും മറ്റും ചേർന്നതാണെന്നാണ് പറയുന്നത് കേട്ടോ. 3 വശങ്ങൾ കരയാൽ ചുറ്റപ്പെട്ടതാണ് ഉൾക്കടൽ. അപ്പൊ ബേ എന്താണ്, അല്ലെങ്കിൽ ഉൾക്കടൽ എന്താണെന്ന് ചോദിച്ചാല് 3 വശങ്ങള് കരയാല് ചുറ്റപ്പെട്ടതിനെയാണ് എന്ത് പറയുന്നത്? ഉൾക്കടൽ എന്ന് പറയുന്നത്. ഇനി കടലിടുക്ക് എന്താണെന്ന് ചോദിച്ചാല് 2 കരകൾക്കിടയിലുള്ള ഇടുങ്ങിയ സമുദ്രഭാഗമാണ് കടലിടുക്ക്. നോട്ട് ചെയ്ത് വെക്കാട്ടോ, എന്താണ് ഉൾക്കടല്, എന്താണ് കടലിടുക്ക് കേട്ടോ. ഉൾക്കടൽ എന്ന് പറഞ്ഞാൽ എന്താണ്? 3 വശങ്ങള് കരയാൽ ചുറ്റപ്പെട്ടതാണ് ഉൾക്കടൽ എന്ന് പറയുന്നത്. 2 കരകൾക്കിടയിലുള്ള ഇടുങ്ങിയ സമുദ്രഭാഗത്തെയാണ് എന്ത് പറയുന്നത്? കടലിടുക്ക് എന്ന് പറയുന്നത്. സമുദ്രത്തിന്റെ കരയോട് ചേർന്ന ഭാഗമാണ് പൊതുവെ കടൽ എന്നറിയപ്പെടുന്നത്. അപ്പൊ എന്താണ് സമുദ്രത്തിന്റെ കരയോട് ചേർന്ന ഒരു, നമ്മളിപ്പോ കടലിനെ കാണൂലേ, അപ്പൊ എന്താ നമ്മൾ കാണണേ? സമുദ്രത്തിന്റെ ആ ഒരു കരയോട് ചേർന്ന് കിടക്കുന്ന ഒരു ഭാഗത്തിനെയാണ് സാധാരണയായിട്ട് കടൽ എന്ന് വിളിക്കുന്നത്. ഓക്കെ, അറബിക്കടൽ ഇന്ത്യൻ സമുദ്രത്തിന്റെ ഭാഗമാണ്. അപ്പൊ എന്താണ് നമ്മുടെ അറബിക്കടൽ എന്ന് പറയുന്നത്? നമ്മുടെ ഇപ്പൊ അറബിക്കടൽ ആയാലും ബേ ഓഫ് ബംഗാൾ ആയാലും അറേബ്യൻ സീ ആയാലും പേർഷ്യൻ ഉൾക്കടലായാലും എന്തിന്റെ ഭാഗമാണ്? അത് ഇന്ത്യൻ മഹാസമുദ്രത്തിന്റെ ഭാഗമായിട്ട് വരുന്നതാണ്. അപ്പൊ മനസ്സിൽ ഇമാജിൻ ചെയ്യുക, അറബിക്കടൽ, അറേബ്യൻ സീ, ബേ ഓഫ് ബംഗാള്, അതുപോലെ തന്നെ എന്താണ് പേർഷ്യൻ ഉൾക്കടല്, പിന്നെ എന്താണ് അങ്ങനെയുള്ള കടലുകളൊക്കെ വരുന്നത് അറേബ്യൻ സീ അല്ല ഇന്ത്യൻ മഹാസമുദ്രത്തിന്റെ ഭാഗമായിട്ട് വരുന്ന കടലുകളാണ് ഇതൊക്കെ കേട്ടോ. ഇനി നമുക്ക് നോക്കാം എന്തൊക്കെയാണ് സമുദ്രങ്ങള്, അടിസ്ഥാന വിവരങ്ങൾ കേട്ടോ. സമുദ്രങ്ങളെ കുറിച്ചിട്ടാണ് പറയുന്നത്. ഫസ്റ്റ് വൺ പറയുന്നത് പസഫിക് സമുദ്രമാണ് കേട്ടോ. പസഫിക് സമുദ്രം. അപ്പൊ ഞാൻ ഓർഡർ നിങ്ങളോട് പറഞ്ഞിരുന്നു, 5 ഓർഡറിലായിട്ട് തന്നെ പഠിച്ചു വെക്കാം. അതിനകത്ത് പസഫിക് സമുദ്രം എന്ന് പറയുന്നത് ഏറ്റവും വലിയ സമുദ്രമാണ് കേട്ടോ. ഏറ്റവും വലിയ സമുദ്രം ഏതാന്ന് വെച്ചാൽ അത് പസഫിക് സമുദ്രമാണ്. ആകെ വിസ്തീർണം എന്ന് പറയുന്നത് 165.2 ലക്ഷം ചതുരശ്ര കിലോമീറ്റർ. അപ്പോ പസഫിക് സമുദ്രത്തിന്റെ വിസ്തീർണം ചോദിച്ചാൽ എന്ത് പറയും നിങ്ങള്? അത് 165.2 ലക്ഷം ചതുരശ്ര കിലോമീറ്റർ ആണ്. ഓക്കെ, ഇനി ഇതിന്റെ ശരാശരി ആഴം, അതായത് പസഫിക് സമുദ്രത്തിന്റെ ആഴം വരുന്നത് എത്രയാ? 4280 മീറ്റർ ആണ്. 4280 മീറ്റർ ആണ് പസഫിക് സമുദ്രത്തിന്റെ ആഴം. വിസ്തീർണം 165.2 ലക്ഷം ചതുരശ്ര കിലോമീറ്റർ ആണ്. ഇനി ഏറ്റവും കൂടിയ ആഴം എന്ന് പറയുന്നത് 11,34 മീറ്റർ ആണ് എന്ത് പറയുന്നത്? ഏറ്റവും കൂടിയ ആഴം എന്ന് പറയുന്നത്. ഇനി ഏറ്റവും ആഴം കൂടിയ ഭാഗത്തിനെ പറയുന്ന പേരാണ് ചലഞ്ചർ ഗർത്തം. അപ്പൊ പസഫിക് സമുദ്രത്തിലെ ഏറ്റവും ആഴമേറിയ ഭാഗം അല്ലെങ്കിൽ ഏറ്റവും ആഴം കൂടിയ ഭാഗം ഏതാണെന്ന് ചോദിച്ചാൽ അത് ഇതാണ്, ചലഞ്ചർ ഗർത്തമാണ് കേട്ടോ. ഓക്കെ, അപ്പൊ എന്താണ് വിസ്തീർണം എത്രയാണ് പസഫിക് സമുദ്രത്തിന്റെ എന്ന് പറഞ്ഞേ? 165.2 ലക്ഷം. ശരാശരി ആഴം എത്രയാ? ശരാശരി ആഴം
മീറ്റർ. ഇനി ഏറ്റവും ആഴം കൂടിയ ഭാഗം ഏതാണ്? ആഴം ചലഞ്ചർ ഗർത്തം. അല്ലെ? ഇനി എന്തൊക്കെ അറിയാം നിങ്ങൾക്ക് പസഫിക് സമുദ്രത്തിനെ കുറിച്ചൊന്ന് പറഞ്ഞേ. ഇനിയും പോയിന്റ്സ് ഉണ്ടല്ലോ പസഫിക് സമുദ്രത്തിൽ, അത് കുറച്ച് കൊടുത്തിട്ടുള്ളൂ അല്ലെ? ഇനിയും പോയിന്റ്സ് ഉണ്ട്, എന്തൊക്കെയാണെന്നൊന്ന് പറയാമോ? 3 പോയിന്റ്സ് നമ്മൾ പറഞ്ഞു. ഇവിടെ വിസ്തീർണം പറഞ്ഞു, ആഴം കൂടിയ മീറ്റർ എത്രയാണെന്ന് പറഞ്ഞു, ആഴം കൂടിയ ഭാഗം എത്രയാണെന്ന് പറഞ്ഞു. അത് കൂടാതെ വേറെയും പോയിന്റ് ഉണ്ട്, പറയാമോ? ഏറ്റവും കൂടുതൽ ദ്വീപുകൾ കാണപ്പെടുന്ന സമുദ്രം. ഏറ്റവും കൂടുതൽ ദ്വീപുകൾ സ്ഥിതി ചെയ്യുന്ന സമുദ്രം ഏതാന്ന് ചോദിച്ചാൽ അത് പസഫിക് സമുദ്രമാണ്. ഈസ്റ്റർ ദ്വീപുണ്ട്, ഹവായ് ദ്വീപുണ്ട്, ഇതൊക്കെ എവിടെയാണ്? പസഫിക് സമുദ്രത്തിലുള്ള ദ്വീപുകളാണ് കേട്ടോ. ഈസ്റ്റർ ദ്വീപ്, ഹവായ് ദ്വീപ് എന്നൊക്കെ പറയുന്ന ദ്വീപുകൾ എവിടെയാണെന്ന് വെച്ചാൽ അത് പസഫിക് സമുദ്രത്തിലാണ് ഏറ്റവും കൂടുതൽ ദ്വീപുകൾ ഉണ്ട്. പിന്നെ എന്താണ്? സമുദ്രങ്ങളിൽ വെച്ച് ഏറ്റവും ആഴമേറിയ സമുദ്രം, ഏറ്റവും വലിയ സമുദ്രം എന്ന് പറഞ്ഞല്ലേ, അതുപോലെ തന്നെ എന്താണ്? സമുദ്രങ്ങളിൽ വെച്ച് 5 മഹാസമുദ്രങ്ങളിൽ വെച്ചിട്ട് ഏറ്റവും ആഴമേറിയ സമുദ്രമാണെന്ത്? പസഫിക് സമുദ്രം എന്ന് പറയുന്നത്. പിന്നെ ലോകത്തെ ഏറ്റവും കൂടുതൽ മത്സ്യബന്ധനം നടക്കുന്ന സമുദ്രം, ഏറ്റവും കൂടുതൽ മത്സ്യബന്ധനം, ആളുകൾ മത്സ്യബന്ധനത്തിനായിട്ട് വരുന്ന സമുദ്രം ഏതാന്ന് ചോദിച്ചാൽ അത് പസഫിക് സമുദ്രമാണ്. ഇത് ഇതിനകത്തില്ല കേട്ടോ, ഞാൻ ഈ പറയുന്ന പോയിന്റ്സ് ഒന്നും ഇതിനകത്തില്ല, ആവശ്യമുണ്ടെങ്കിൽ നോട്ട് ചെയ്ത് വെക്കാം കേട്ടോ. ലോകത്തെ ഏറ്റവും കൂടുതൽ മത്സ്യബന്ധനം നടക്കുന്ന സമുദ്രമാണ് പസഫിക് സമുദ്രം. ഓക്കെ, ഇനി റിംഗ് ഓഫ് ഫയർ സ്ഥിതി ചെയ്യുന്ന സമുദ്രം. എന്താണ് ഈ റിംഗ് ഓഫ് ഫയർ? റിംഗ് ഓഫ് ഫയർ എന്നാൽ എന്താണ്? റിംഗ് ഓഫ് ഫയർ അറിയാമോ ആർക്കെങ്കിലും? റിംഗ് ഓഫ് ഫയർ ഇല്ല. ലോകത്തെ ഏറ്റവും കൂടുതൽ അഗ്നിപർവ്വത സ്ഫോടനങ്ങൾ ഉണ്ടാകുന്ന മേഖലയാണെന്ത്? റിംഗ് ഓഫ് ഫയർ എന്ന് പറയുന്നത് കേട്ടോ. ലോകത്തെ ഏറ്റവും കൂടുതൽ അഗ്നിപർവ്വത സ്ഫോടനങ്ങൾ ഉണ്ടാകുന്ന മേഖലയാണെന്ത് പറയുന്നത്? റിംഗ് ഓഫ് ഫയർ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ എന്താണ്? ലോകത്തിലെ ഏറ്റവും വലിയ അഗ്നിപർവ്വതമായ താമു മാസിഫ് പസഫിക് സമുദ്രത്തിലാണ്. ലോകത്തിലെ ഏറ്റവും വലിയ പർവ്വതമായിട്ടുള്ള താമു മാസിഫ് എവിടെയാണെന്ന് ചോദിച്ചാൽ അത് പസഫിക് സമുദ്രത്തിലാണ്. താമു മാസിഫ് എന്ന് പറയുന്നത് ലോകത്തിലെ ഏറ്റവും വലിയ അഗ്നിപർവ്വതമാണ്. അത് സ്ഥിതി ചെയ്യുന്നത് പസഫിക് സമുദ്രത്തിലാണ്. ഓക്കെ, ഇനി പസഫിക് സമുദ്രത്തിന് പേര് നൽകിയ വ്യക്തി ആരാ? അറിയാമോ? പസഫിക് സമുദ്രത്തിന് പേര് നൽകിയ വ്യക്തി, പസഫിക് സമുദ്രത്തിന്റെ പേര് പസഫിക് സമുദ്രമാണെന്ന് പറഞ്ഞ വ്യക്തി ആരാണെന്ന് അറിയാമോ? ഫെർഡിനൻഡ് മഗല്ലൻ കേട്ടോ. ഫെർഡിനൻഡ് മഗല്ലൻ ആണ് പസഫിക് സമുദ്രത്തിന് പേര് നൽകിയത്. ഓക്കെ, ഇനി ഞാൻ പറഞ്ഞു എന്താണ് പസഫിക് സമുദ്രത്തിലെ ഫെർഡിനൻഡ് മഗല്ലൻ കേട്ടോ. ഫെർഡിനൻഡ് മഗല്ലൻ. സ്പെല്ലിംഗ് പറയണോ? FERDINAND മഗല്ലൻ. MAGALLAN. ലോകത്തിലെ ഏറ്റവും വലിയ താമൂർ പസഫിക് എന്താണ്? അത് മോളെ ഏറ്റവും വലിയ ലോകത്തിലെ ഏറ്റവും വലിയ അഗ്നിപർവ്വതമായിട്ടുള്ള താമു മാസിഫ്. താമു മാസിഫ് കേട്ടോ. താമു TAMOOMAZIF. താമു മാസിഫ്. അത് പസഫിക് സമുദ്രത്തിലാണ്. ഓക്കെ, ഇനി നേരത്തെ ഞാൻ പറഞ്ഞു എന്താണ് ഏറ്റവും ആഴം കൂടിയ ഭാഗം എന്ന് പറയുന്നത് ചലഞ്ചർ ഗർത്തമാണ് പസഫിക് സമുദ്രത്തിൽ അല്ലെ. അത് ഈ ചലഞ്ചർ ഗർത്തം എന്ന് പറയുന്നത് ഭൂമിയിലെ തന്നെ എന്താണ് ഏറ്റവും ആഴമുള്ള ഭാഗം ആണെന്ത്? മരിയാന ട്രെഞ്ചിലെ ചലഞ്ചർ ഗർത്തം. ഇവിടെ മരിയാന ട്രെഞ്ച് എന്ന് കൊടുത്തിട്ടില്ല കേട്ടോ. പസഫിക് സമുദ്രത്തിലെ ഏറ്റവും ആഴമേറിയ ഭാഗം ഏതാണെന്ന് ചോദിച്ചാല് അത് മരിയാന ട്രെഞ്ചിലെ പസഫിക് സമുദ്രത്തിലെ തന്നെ എന്താണ് മരിയാന ട്രെഞ്ച് ഉണ്ട്. മരിയാന ട്രെഞ്ചിലെ ചലഞ്ചർ ഗർത്തമാണ് ഏറ്റവും ആഴമേറിയ ഭാഗം എന്ന് പറയുന്നത്. ഓക്കെ, മരിയാന ട്രെഞ്ചിലെ ചലഞ്ചർ ഗർത്തം. ഓക്കെ, ഇനി ചലഞ്ചർ ഗർത്തം ആദ്യമായി കണ്ടെത്തിയത് ആരാണ്? അല്ലെങ്കിൽ ഒന്നുകൂടെ പറയാമോ മിസ്സേ? മരിയാന ട്രെഞ്ചിലെ ചലഞ്ചർ ഗർത്തം കേട്ടോ. മരിയാന ട്രെഞ്ചിലെ ചലഞ്ചർ ഗർത്തമാണ് ഭൂമിയിലെ തന്നെ ഏറ്റവും ആഴമേറിയ ഭാഗം. പസഫിക് സമുദ്രത്തിലെ ഏറ്റവും ആഴമേറിയ ഭാഗമാണ് ചലഞ്ചർ ഗർത്തം എന്ന് പറയുന്നത്. പക്ഷെ എന്താണ് ഒരു വിശേഷണം കൂടി ഉണ്ട്.
ഭൂമിയിലെ തന്നെ എന്താണ് ഏറ്റവും ആഴമേറിയ ഭാഗമാണെന്ത്? പസഫിക് സമുദ്രത്തിലെ മരിയാന ട്രെഞ്ചിലെ ചലഞ്ചർ ഗർത്തം. ഓക്കെ, ഇനി ചലഞ്ചർ ഗർത്തം ആദ്യമായി കണ്ടെത്തിയത്, അതായത് ഈ ഒരു ഗർത്തം ആദ്യമായി കണ്ടെത്തിയത് ഒരു കപ്പലാണ്. ആ കപ്പലിന്റെ പേരാണ് HMS ചലഞ്ചർ ഗവേഷണ കപ്പൽ. ഓക്കെ, അപ്പോ ചലഞ്ചർ ഗർത്തം ആദ്യമായി കണ്ടെത്തിയത് ആരാണ്? ഒരു കപ്പലാണ്. ആ കപ്പലിന്റെ പേരാണ് എന്ത്? HMS. കേട്ടോ, ക്യാപിറ്റൽ ലെറ്റർ എഴുതാ. HMS ചലഞ്ചർ ഗവേഷണ കപ്പലാണ് ഈ ചലഞ്ചർ ഗർത്തം കണ്ടുപിടിച്ചത്. അതുകൊണ്ട് തന്നെ എന്താണ് ഈ കപ്പലിന്റെ പേര് എന്തിനു വന്നു? ഈ ഗർത്തത്തിന് വന്നു. ഓക്കെ, ഇനി പസഫിക് സമുദ്രത്തിലെ എന്താ? ഒന്നും കൂടെ പറയാമോ? HMS ചലഞ്ചർ ഗവേഷണ കപ്പൽ. HMS കേട്ടോ, HMS ചലഞ്ചർ ഗവേഷണ കപ്പൽ. ഓക്കെ, എഴുതിയോ? ഓക്കെ, ഇനി പസഫിക് സമുദ്രത്തിലെ ഏറ്റവും വലിയ ദ്വീപാണ് പാപ്പുവ ന്യൂഗിനിയ. എന്താണ് പസഫിക് സമുദ്രത്തിലെ ഏറ്റവും വലിയ ദ്വീപ് ഏതാണെന്ന് ചോദിച്ചാൽ എന്ത് പറയും? പാപ്പുവ ന്യൂഗിനിയാണ് ദ്വീപ്. നിങ്ങൾക്ക് സ്ലൈഡ് കാണാൻ പറ്റുന്നുണ്ടോ? ഓക്കെ, കാണുന്നുണ്ടല്ലേ? കാണാൻ പറ്റുന്നില്ല. കാണാൻ പറ്റുന്നില്ലേ? പറ്റുന്നില്ല. ആയിട്ടേക്കുന്നു. കാണുന്നുണ്ട് മിസ്സേ. ഒരു സെക്കൻഡ് സ്ലൈഡ് പോയിട്ടുണ്ട്. ഒരു സെക്കൻഡ് പോരാ. കാണുന്നുണ്ട് മിസ്സേ. പോയിട്ടില്ല. കാണുന്നുണ്ട്. ഓക്കെ, കാണാം. കാണാം. നിങ്ങൾക്ക് കാണുന്നുണ്ടോ? കാണാൻ പറ്റും. ഇപ്പൊ ക്ലിയർ ആയി പോയി. ഇനി അടുത്തത് നോക്കിയേ. അപ്പൊ എന്താ പസഫിക് സമുദ്രത്തിലെ ഏറ്റവും വലിയ ദ്വീപ് ഏതാണെന്ന് ചോദിച്ചാൽ അപ്പൊ നമ്മൾ പറഞ്ഞു ഏറ്റവും കൂടുതൽ ദ്വീപുകളുള്ള സമുദ്രമാണ് പസഫിക് സമുദ്രം എന്ന് പറയുന്നത്. അവിടെ ഈസ്റ്റർ ദ്വീപ് ഉണ്ട്, ഹവായ് ദ്വീപ് ഉണ്ട്. അപ്പൊ ഏറ്റവും വലിയ ദ്വീപിന് ഒരു പേരുണ്ട്. അതിന്റെ പേരാണെന്ത്? പാപ്പുവ ന്യൂഗിനിയ. ന്യൂഗിനിയ പസഫിക് സമുദ്രത്തിലെ ഏറ്റവും വലിയ ദ്വീപ് ഏതാണെന്ന് ചോദിച്ചാൽ അത് പാപ്പുവ ന്യൂഗിനിയാണ്. ഓക്കെ, ഞാൻ ഇത്രയും കാര്യങ്ങൾ ഒരു പ്രാവശ്യം കൂടി പറയാം, മനസ്സിലാവാത്തവരുണ്ടെങ്കിൽ ചോദിക്കുക കേട്ടോ. പസഫിക് സമുദ്രം എന്ന് പറഞ്ഞാല് എന്താ പറയാ, ഏറ്റവും വലിയ സമുദ്രമാണ്, ഏറ്റവും ആഴമേറിയ സമുദ്രമാണ്. അതിന്റെ വിസ്തീർണം വരുന്നത് 165.2 ലക്ഷം ചതുരശ്ര കിലോമീറ്റർ ആണ്. ആഴം വരുന്നത് 4280 മീറ്റർ ആണ് ആഴം വരുന്നത്. പിന്നെ ഏറ്റവും ആഴം കൂടിയ ഭാഗം എന്ന് പറയുന്നത് അത് മരിയാന ട്രെഞ്ചിലെ ചലഞ്ചർ ഗർത്തമാണ്. ഭൂമിയിലെ തന്നെ ഏറ്റവും ആഴം കൂടിയ ഭാഗമാണെന്ത്? ചലഞ്ചർ ഗർത്തം എന്ന് പറയുന്നത്. ഇനി സമുദ്രങ്ങളിലെ ഏറ്റവും ആഴമേറിയ സമുദ്രം എന്ന് പറഞ്ഞു. ലോകത്തെ ഏറ്റവും കൂടുതൽ മത്സ്യബന്ധനം നടക്കുന്ന സമുദ്രമാണ് പസഫിക് സമുദ്രം. റിംഗ് ഓഫ് ഫയർ എന്ന് പറയുന്ന ഒരു എന്താണ് സ്ഥിതി ചെയ്യുന്ന സമുദ്രമാണെന്ത്? പസഫിക് സമുദ്രം എന്ന് പറയുന്നത്. റിംഗ് ഓഫ് ഫയർ എന്ന് പറയുന്നത് എന്താണ്? ലോകത്തെ ഏറ്റവും കൂടുതൽ അഗ്നിപർവ്വത സ്ഫോടനങ്ങള് ഉണ്ടാകുന്ന മേഖലയെയാണ് എന്ത് പറയുന്നത്? റിംഗ് ഓഫ് ഫയർ എന്ന് പറയുന്നത്. ഇനി ലോകത്തിലെ ഏറ്റവും അധികം ദ്വീപുകൾ സ്ഥിതി ചെയ്യുന്നു. ഈസ്റ്റർ ദ്വീപ്, ഹവായ് ദ്വീപ്, പറഞ്ഞു പാപ്പുവ ന്യൂഗിനിയ, ഇതൊക്കെ എന്താണ്? പസഫിക് സമുദ്രത്തിലുള്ള ദ്വീപുകളാണ്. ഇനി ലോകത്തിലെ ഏറ്റവും വലിയ അഗ്നിപർവ്വതമായ താമു മാസിഫ് എവിടെ സ്ഥിതി ചെയ്യുന്നുണ്ട്? അത് പസഫിക് സമുദ്രത്തിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഇനി പസഫിക് സമുദ്രത്തിന് ആ പേര് നൽകിയത് ആരാണെന്ന് വെച്ചാല് ഫർഡിനൻഡ് മെഗല്ലൻ എന്ന് പറയുന്ന ഒരു വ്യക്തിയാണ് പസഫിക് സമുദ്രത്തിന് ആ പേര് നൽകിയത്. പിന്നെ അടുത്തൊരു പോയിന്റ്, ചലഞ്ചർ ഗർത്തം ഏറ്റവും ആഴമുള്ള ഭാഗമാണ് ചലഞ്ചർ ഗർത്തം എന്ന് പറയുന്നത്. ആ ചലഞ്ചർ ഗർത്തം കണ്ടെത്തിയത് ആരാണെന്ന് ചോദിച്ചാൽ അത് HMS ഗവേഷണ കപ്പലാണ്. ഇനി ഏറ്റവും വലിയ ദ്വീപ് ഏതാണെന്ന് ചോദിച്ചാൽ പസഫിക് സമുദ്രത്തിലെ ഏറ്റവും വലിയ ദ്വീപ് ഏതാണെന്ന് ചോദിച്ചാൽ അത് പാപ്പുവ ന്യൂഗിനിയ ആണ്. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആയോ നിങ്ങൾക്ക്? ഓക്കെ, അപ്പൊ ഞാൻ അടുത്ത സമുദ്രത്തിലോട്ട് എന്താ മോളെ? ആഴം പറയണോ അല്ലെ? 4280 മീറ്റർ കേട്ടോ.
4280 4280 മീറ്റർ അതാണ് നീളം വരുന്നത്, ആഴം വരുന്നത് കേട്ടോ. ഇനി അറ്റ്ലാന്റിക് സമുദ്രമാണ്. അറ്റ്ലാന്റിക് സമുദ്രം എന്ന് പറയുന്നത് വലിപ്പക്രമത്തിൽ രണ്ടാമതുള്ള സമുദ്രം കേട്ടോ. ഫസ്റ്റ് വരുന്നത് പസഫിക് ആണ്, എപ്പോഴും ഓർമ്മിച്ചിരിക്കുക. ആദ്യം വരുന്നത് പസഫിക് ആണ്. അത് ഓർഡർ ഒന്ന് 5 എണ്ണം പഠിച്ചു വെച്ചത് കേട്ടോ. 1 പസഫിക്, 2 അറ്റ്ലാന്റിക്, 3 ഇന്ത്യൻ മഹാസമുദ്രം, 4 അന്റാർട്ടിക്, 5 ആർട്ടിക്. ഈ ക്രമം പഠിച്ചു വെച്ചാൽ എന്താണ് ആ വലിപ്പക്രമം അങ്ങനെയാണെന്ന് മനസ്സിലാവും കേട്ടോ. രണ്ടാം സ്ഥാനത്ത് വരുന്നത് അറ്റ്ലാന്റിക് സമുദ്രമാണ്. അന്റാർട്ടിക് ലാസ്റ്റ് അല്ലേ? എന്താ അന്റാർട്ടിക്കൽ ഏറ്റവും ചെറിയത്? അന്റാർട്ടിക് അല്ല മോനെ, ആർട്ടിക് ആണ് ഏറ്റവും ചെറുത്. ആർട്ടിക് ആർട്ടിക് ആണ് കേട്ടോ. ഇതിനകത്ത് അങ്ങനെയല്ല കൊടുത്തേക്കണേ. ഇതിനകത്ത് ആർട്ടിക് ഫസ്റ്റ് കൊടുത്തിട്ടുണ്ട്. അന്റാർട്ടിക് ആണ് 4ാം സ്ഥാനത്ത് വരുന്നത്. ആർട്ടിക് ആണ് ഏറ്റവും ചെറുത് കേട്ടോ. ഏറ്റവും ചെറിയ സമുദ്രം എന്ന് പറയുന്നത് ആർട്ടിക് സമുദ്രമാണ് കേട്ടോ. അപ്പൊ ഇതൊന്നും നിങ്ങൾ നോക്കണ്ട, ഈ ടെക്സ്റ്റിൽ ആ ഒരു ഓർഡർ നോക്കണ്ട, അല്ലാതെ ഞാൻ പറയുന്ന ആ ക്രമം എഴുതി വെച്ചാൽ കേട്ടോ. ഓക്കെ. അപ്പൊ അറ്റ്ലാന്റിക് സമുദ്രത്തിന്റെ വിസ്തൃതി വരുന്നത് 82.4 ലക്ഷം എന്താണ് ചതുരശ്ര മീറ്റർ ആണ്, അല്ല കിലോമീറ്റർ ആണ് വരുന്നത്. 82.4 ലക്ഷം ചതുരശ്ര കിലോമീറ്റർ. ഇനി ശരാശരി ആഴം 3700 മീറ്റർ ആണ് കേട്ടോ. അറ്റ്ലാന്റിക്കിന്റെ ശരാശരി ആഴം എത്രയാണ്? 3700 മീറ്റർ ആണ്. കൂടിയ ആഴം എന്ന് പറയുന്നത് 8618 മീറ്റർ ആണ് കേട്ടോ. കൂടിയ ആഴം എന്ന് പറയുന്നത് 8618 മീറ്റർ ആണ്. ഇനി ഏറ്റവും ആഴം കൂടിയ ഭാഗമാണ് പ്യൂട്ടോറിക്ക ഗർത്തം. അപ്പൊ നമ്മള് പസഫിക്കിൽ ഏത് ഗർത്താ പഠിച്ചേ? ഏത് ഇതാ പഠിച്ചേ ആഴം കൂടിയ ഭാഗം? ചലഞ്ചർ. അപ്പോ അറ്റ്ലാന്റിക് വരുമ്പോ എന്ത് ഗർത്തോ ഇവിടെ പ്യൂട്ടോറിക്ക ഗർത്തം. ഏറ്റവും ആഴം കൂടിയ ഭാഗം എന്ന് പറയുന്നത് പ്യൂട്ടോറിക്ക ഗർത്തമാവും. നീണ്ട ആകൃതിയിലാണ് ഈ സമുദ്രം ഉള്ളത്. ഓക്കെ, അതായത് എസ് ആകൃതിയാണ് കേട്ടോ. എസ് ആകൃതി. അറ്റ്ലാന്റിക് സമുദ്രത്തിന്റെ ആകൃതിയാണ് എന്ത്? എസ് ആകൃതി എന്ന് പറയുന്നത് കേട്ടോ. എസ് ആകൃതിയിൽ കാണപ്പെടുന്ന സമുദ്രമാണ് അറ്റ്ലാന്റിക് സമുദ്രം. സമുദ്രത്തിന്റെ മധ്യഭാഗത്ത് ഏകദേശം എത്രയാ 14,000 കിലോമീറ്റർ നീളത്തിൽ ഒരു പർവ്വതനിരയുണ്ട്. ഇത് മധ്യ അറ്റ്ലാന്റിക് പർവ്വതനിര എന്ന് പറയുന്നു. ഓക്കെ, അപ്പൊ എന്താണ് ഈ സമുദ്രത്തിന്റെ മധ്യഭാഗത്തായിട്ട് എന്തുണ്ട്? 14,000 കിലോമീറ്റർ നീളത്തില് ഒരു പർവ്വതനിര സ്ഥിതി ചെയ്യുന്നുണ്ട്. ഈ ഒരു പർവ്വതനിരയുടെ പേരാണെന്ത്? മധ്യ അറ്റ്ലാന്റിക് പർവ്വതനിര. മധ്യ അറ്റ്ലാന്റിക് പർവ്വതനിര എന്ന് പറയുന്നു. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ഇതിനകത്ത് പറഞ്ഞിട്ടുള്ളത്. വേറെയും ചില കാര്യങ്ങളുണ്ട്. എന്താണെന്നൊന്ന് പറയാം ആർക്കെങ്കിലും അറ്റ്ലാന്റിക് സമുദ്രത്തിനെ കുറിച്ചിട്ട്? അറ്റ്ലാന്റിക് സമുദ്രത്തിനെ കുറിച്ചൊന്ന് പറയാമോ ആർക്കെങ്കിലും? നോർത്ത് അമേരിക്കയുടെയും സൗത്ത് അമേരിക്കയുടെയും ഇടയിൽ. എന്താ? നോർത്ത് അമേരിക്കയുടെയും സൗത്ത് അമേരിക്കയുടെയും ഇടയിലാണോ? ഞാൻ പറഞ്ഞുതരാം കേട്ടോ. അപ്പൊ ആകൃതി എഴുതിയെടുക്ക. എസ് ആകൃതിയാണ്. പിന്നെ എന്താണ്? ബർമുഡ ട്രയാങ്കിൾ സ്ഥിതി ചെയ്യുന്ന സമുദ്രമാണ് കേട്ടോ. ബർമുഡ ട്രയാങ്കിൾ എന്ന് പറയുന്ന ഒരു സംഭവം, ഒരു ഗർത്തമുണ്ട് അവിടെ, ബർമുഡ ട്രയാങ്കിൾ. അത് സ്ഥിതി ചെയ്യുന്ന സമുദ്രമാണ് അറ്റ്ലാന്റിക് സമുദ്രം എന്ന് പറയുന്നത്. പിന്നെ ആമസോൺ നദി പതിക്കുന്ന സമുദ്രമാണ് ആമസോൺ നദി അല്ലെ. ആമസോൺ നദി എന്ന് പറയുന്നത് ഏത് വൻകരയിലാ വരുന്നേ? ആമസോൺ നദി എവിടെയാ വരുന്നേ? ആമസോൺ നദി ഏത് വൻകരയിലാ വരുന്നത്? ഏത് കോണ്ടിനെന്റിലാ വരുന്നേ? അറിയാമോ? വടക്കേ അമേരിക്ക. അല്ല, വടക്കേ അമേരിക്ക അല്ല. ആഫ്രിക്ക. ആഫ്രിക്കയല്ല. സൗത്ത് അമേരിക്ക. തെക്കേ അമേരിക്ക കേട്ടോ. തെക്കേ അമേരിക്കയിലാണ് എന്ത് വരുന്നത്? ആമസോൺ നദി വരുന്നത്. ആഫ്രിക്കയിൽ വരുന്നതാണ് നൈൽ നദി കേട്ടോ. നൈൽ നദിയാണ് ആഫ്രിക്കയിലൂടെ ഒഴുകുന്നത് കേട്ടോ. തെക്കേ അമേരിക്കയിലൂടെ ഒഴുകുന്ന നദി ഏതാന്ന് ചോദിച്ചാൽ അത് ആമസോൺ നദിയാണ് കേട്ടോ. അപ്പൊ ആമസോൺ നദി എന്ന് പറയുന്ന നദി തെക്കേ അമേരിക്കയിലൂടെ ഒഴുകി എവിടെയാ പതിക്കുന്നേ? അത് അറ്റ്ലാന്റിക് സമുദ്രത്തിലാണ് വന്ന് പതിക്കുന്നത് അല്ലെ. ഏറ്റവും കൂടുതൽ ജലം വഹിക്കുന്ന നദിയാണെന്ത്? ആമസോൺ എന്ന് പറയുന്നത് അല്ലെ. ഏറ്റവും നീളം കൂടിയ നദി നൈലും ഏറ്റവും ജലം വഹിക്കുന്ന നദി ഏതാന്ന് ചോദിച്ചാൽ അത് ആമസോണും ആണ്. അപ്പൊ അത് തെക്കേ അമേരിക്കയിലൂടെയാണ് ആമസോൺ നദി ഒഴുകുന്നത്. ആമസോൺ നദി പതിക്കുന്നത് ഈ അറ്റ്ലാന്റിക് സമുദ്രത്തിൽ വന്നിട്ടാണ് ആമസോൺ നദി പതിക്കുന്നത്. ഓക്കെ, ഇനി
ടൈറ്റാനിക് ദുരന്തം നടന്ന സമുദ്രം. ഓക്കെ, നിങ്ങൾക്ക് അറിയാലോ അല്ലെ, ടൈറ്റാനിക് സിനിമ കണ്ടിട്ടുള്ളവരാണല്ലേ ഏറിയ ഭാഗം. ആരും ആ സിനിമ കാണാത്തവരുണ്ടാവില്ല. അപ്പോ അറ്റ്ലാന്റിക് എന്താണ് ടൈറ്റാനിക് ദുരന്തം നടന്ന സമുദ്രം ഏതാന്ന് ചോദിച്ചാൽ അത് അറ്റ്ലാന്റിക് സമുദ്രമാണ് അല്ലെ. ആ മഞ്ഞുകട്ട വന്ന് കപ്പലിൽ ഇടിക്കുന്നത് അല്ലെങ്കിൽ ആ മഞ്ഞുകട്ട ഉള്ളത് ഏത് സമുദ്രത്തിലാണെന്ന് ചോദിച്ചാൽ അത് അറ്റ്ലാന്റിക് സമുദ്രത്തിലാണ്. വർഷം അറിയാമോ ടൈറ്റാനിക് ദുരന്തത്തിന്റെ വർഷം? 1912 ഏപ്രിൽ 14 ആ ദുരന്തം നടന്നത് കേട്ടോ. ടൈറ്റാനിക് ദുരന്തം നടന്നത് 1912 ഏപ്രിൽ 14 ഓക്കെ. ഇനി ലോകത്തെ ഏറ്റവും തിരക്കേറിയ കപ്പൽപാത. അപ്പൊ നമ്മള് പസഫിക് സമുദ്രം പഠിച്ചു എന്താണ് ഏറ്റവും കൂടുതൽ മത്സ്യബന്ധനം നടക്കുന്നത് എവിടെയാണെന്ന്? പസഫിക് സമുദ്രത്തിലാണ്. എന്നാല് ലോകത്തിലെ ഏറ്റവും കൂടുതൽ തിരക്കേറിയ കപ്പൽപാത, കാരണം കപ്പലുകൾ ധാരാളമായിട്ട് പോകുന്നു, കപ്പലുകളുടെ ഒരു പാത തന്നെയുണ്ട് അല്ലെ. അപ്പൊ ആ തിരക്കേറിയ കപ്പൽപാത എന്ന് അറിയപ്പെടുന്ന ഒരു എന്താ പറയാ നോർത്ത് അറ്റ്ലാന്റിക് അല്ലെ. ആ നോർത്ത് അറ്റ്ലാന്റിക് പാതയാണ് എന്ത് തിരക്കേറിയ കപ്പൽ പാത എന്നറിയപ്പെടുന്നത്. അത് അറ്റ്ലാന്റിക് സമുദ്രത്തിൽ. അപ്പൊ ഏറ്റവും കൂടുതൽ തിരക്ക് അനുഭവപ്പെടുന്നത് ഈ ഒരു അറ്റ്ലാന്റിക് സമുദ്രത്തിലാണെന്ന് ഓർത്തിരിക്കുക. അതുപോലെ തന്നെ ചാളക്കടൽ സ്ഥിതി ചെയ്യുന്നു കേട്ടോ. ചാളക്കടൽ, ചാവുകടൽ അല്ല, ചാളക്കടൽ എന്ന് പറയുന്ന ഒരു കടൽ എവിടെ സ്ഥിതി ചെയ്യുന്നുണ്ട്? ഈ അറ്റ്ലാന്റിക് സമുദ്രത്തിൽ സ്ഥിതി ചെയ്യുന്നുണ്ട്, ചാളക്കടൽ. ഓക്കെ. ഇനി കപ്പലുകളുടെ ശ്മശാനം, ജൈവ മരുഭൂമി എന്നറിയപ്പെടുന്ന സർഗാസോ കടലും എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? അതും ഈ അറ്റ്ലാന്റിക് സമുദ്രത്തിലാണ് സ്ഥിതി ചെയ്യുന്നത്. കപ്പലുകളുടെ ശ്മശാനം, ജൈവ മരുഭൂമി എന്നറിയപ്പെടുന്നതും സർഗാസോ കടൽ അല്ലെ, അത് സ്ഥിതി ചെയ്യുന്നത് ഈ ഒരു അറ്റ്ലാന്റിക് സമുദ്രത്തിലാണ്. ഇനി ലോകത്തിലെ ഏറ്റവും പ്രധാന മത്സ്യബന്ധന കേന്ദ്രങ്ങളിലൊന്നായ കപ്പലുകളുടെ ശ്മശാനം, ജൈവ മരുഭൂമി എന്നറിയപ്പെടുന്ന സർഗാസോ കടൽ കേട്ടോ. കപ്പലുകളുടെ ശ്മശാനം ചോദിച്ചാൽ അത് സർഗാസോ കടലാണ്. അതുപോലെ ജൈവ മരുഭൂമി ഏതാന്ന് ചോദിച്ചാൽ അത് സർഗാസോ കടലാണ്. ഇത് രണ്ടും സ്ഥിതി ചെയ്യുന്നത് അറ്റ്ലാന്റിക് സമുദ്രത്തിലാണ് കേട്ടോ. രണ്ടെന്നല്ല, ഈ സർഗാസോ കടൽ സ്ഥിതി ചെയ്യുന്നത്, ഈ വിശേഷണങ്ങളുള്ള സർഗാസോ കടൽ സ്ഥിതി ചെയ്യുന്നത് അറ്റ്ലാന്റിക് സമുദ്രത്തിലാണ്. ഓക്കെ. ഇനി ലോകത്തിലെ ഏറ്റവും പ്രധാന മത്സ്യബന്ധന കേന്ദ്രങ്ങളിലൊന്നായ ഗ്രാൻഡ് ബാങ്ക്സ് ഈ സമുദ്രത്തിലാണ്. ലോകത്തിലെ ഏറ്റവും പ്രധാന മത്സ്യബന്ധന കേന്ദ്രങ്ങളിലൊന്നായ ഗ്രാൻഡ് ബാങ്ക്സ് ഈ സമുദ്രത്തിലാണ്. അപ്പൊ പ്രധാന മത്സ്യബന്ധന കേന്ദ്രങ്ങളിൽ ഒന്നായിട്ടുള്ള ഗ്രാൻഡ് ബാങ്ക്സ് എന്ന് പറയുന്ന മത്സ്യബന്ധന കേന്ദ്രം അത് സ്ഥിതി ചെയ്യുന്നത് അറ്റ്ലാന്റിക് സമുദ്രത്തിലാണ്. ഇത്രയും പോയിന്റ്സ് ആണ് ഒന്നുകൂടി പറയാമോ? പറയാം മോളെ. ലോകത്തിലെ ഏറ്റവും പ്രധാന മത്സ്യബന്ധന കേന്ദ്രങ്ങളിൽ ഒന്നായ ഗ്രാൻഡ് ബാങ്ക്സ് ഈ സമുദ്രത്തിലാണ്. ലോകത്തിലെ ഏറ്റവും പ്രധാന മത്സ്യബന്ധന കേന്ദ്രങ്ങളിൽ ഒന്നായ ഗ്രാൻഡ് ബാങ്ക്സ് ഈ സമുദ്രത്തിലാണ്. ഓക്കെ. അപ്പൊ ഞാൻ ഒരു പ്രാവശ്യം കൂടി ഒരു റിവൈസ് ചെയ്യാം. അറ്റ്ലാന്റിക് സമുദ്രത്തിന്റെ വിസ്തൃതി വരുന്നത് 82.4 ലക്ഷം ചതുരശ്ര കിലോമീറ്റർ ആണ്. അതുപോലെ തന്നെ ആഴം 3700 മീറ്റർ ആണ്. ആഴം കൂടിയ ഭാഗം പ്യൂട്ടോറിക്ക ഗർത്തമാണ്. എസ് ആകൃതിയാണ്. ആമസോൺ നദി പതിക്കുന്ന സമുദ്രമാണ് അറ്റ്ലാന്റിക് എന്ന് പറയുന്നത്. ടൈറ്റാനിക് ദുരന്തം നടന്ന സമുദ്രമാണ് അറ്റ്ലാന്റിക് സമുദ്രം. ലോകത്തിലെ ഏറ്റവും തിരക്കേറിയ കപ്പൽപാതയായ നോർത്ത് അറ്റ്ലാന്റിക് കപ്പൽപാതയുള്ളത് ഈ ഒരു അറ്റ്ലാന്റിക് സമുദ്രത്തിലാണ്. പിന്നെ ചാളക്കടൽ സ്ഥിതി ചെയ്യുന്നത് അറ്റ്ലാന്റിക് സമുദ്രത്തിലാണ്. കപ്പലുകളുടെ ശ്മശാനം, ജൈവ മരുഭൂമി എന്നറിയപ്പെടുന്ന സർഗാസോ കടലും എന്തിന്റെ ഭാഗമാണ്? അറ്റ്ലാന്റിക് സമുദ്രത്തിന്റെ ഭാഗമാണ്. ലോകത്തിലെ ഏറ്റവും പ്രധാന മത്സ്യബന്ധന കേന്ദ്രങ്ങളിലൊന്നായ ഗ്രാൻഡ് ബാങ്ക്സ് ഈ സമുദ്രത്തിലാണ്. ഓക്കെ, അത് ഓർത്തിരിക്കുക. പിന്നെ ഒരു പോയിന്റ് കൂടി ഇവിടെ ഉണ്ട്. സമുദ്രത്തിന്റെ മധ്യഭാഗത്തായി ഏകദേശം 14,000 കിലോമീറ്റർ നീളത്തിൽ ഒരു പർവ്വതനിരയുണ്ട്. ഇത് മധ്യ അറ്റ്ലാന്റിക് പർവ്വതനിര എന്ന് അറിയപ്പെടുന്നു. ഓക്കെ, അറ്റ്ലാന്റിക് സമുദ്രം മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അടുത്തെടുക്കട്ടെ ഞാൻ ഇന്ത്യൻ മഹാസമുദ്രം. കപ്പലുകളുടെ ശ്മശാനം എന്നറിയപ്പെടുന്ന കടലോ? പറയോ, എന്താ മോനെ ചോദിച്ചേ? കപ്പലുകളുടെ ശ്മശാനം എന്നറിയപ്പെടുന്ന കടൽ ഏതാ? സർഗാസോ കടലാണ്. സർഗാസോ കേട്ടോ, കപ്പലുകളുടെ ശ്മശാനം സർഗാസോ കടൽ. ഓക്കെ മിസ്. സർഗാസോ കടലും അതുപോലെ ചാളക്കടലൊക്കെ എന്തിന്റെ ഭാഗമായിട്ടുള്ളതാണ്? അത് അറ്റ്ലാന്റിക് സമുദ്രത്തിന്റെ ഭാഗമായിട്ടുള്ള ധാരാളം എന്താ പറയാ കടലുകളും അതുപോലെ തന്നെ ഉൾക്കടലകളും അതൊക്കെ ചേർന്നിട്ടാണ് എന്ത് രൂപം കൊള്ളുന്നത്? സമുദ്രങ്ങള് രൂപം കൊള്ളുന്നത് അല്ലെ. അപ്പൊ സർഗാസോ കടലും ചാളക്കടലും ഒക്കെ അറ്റ്ലാന്റിക് സമുദ്രത്തിന്റെ ഭാഗമായിട്ട് വരുന്നതാണ്. പിന്നെ ഗ്രാൻഡ് ബാങ്ക്സ് എവിടെയാണെന്ന് ചോദിച്ചാൽ അത് അറ്റ്ലാന്റിക് സമുദ്രത്തിലെ പ്രധാന മത്സ്യബന്ധന കേന്ദ്രമാണ്. ഓക്കെ, ഇനി അടുത്തത് ഇന്ത്യൻ മഹാസമുദ്രമാണ് കേട്ടോ.
ഇന്ത്യൻ മഹാസമുദ്രം എന്താണ് നോക്കി ആകെ വിസ്തൃതി 73.4 ലക്ഷം ചതുരശ്ര കിലോമീറ്റർ ആണ്. ശരാശരി ആഴം 3960 മീറ്റർ ആണ്. ഏറ്റവും ആഴം കൂടിയ ഭാഗമായ വാർട്ടൺ ഗർത്തത്തിന് 7725 മീറ്റർ ആഴമുണ്ട്. അപ്പൊ എത്രയാണ് ആകെ വിസ്തൃതി എന്ന് പറയുന്നത്? എത്രയാണ്? 73.4 ലക്ഷം ചതുരശ്ര കിലോമീറ്റർ ആണ് അല്ലെ. ശരാശരി ആഴം എന്ന് പറയുന്നത് 3960 മീറ്റർ ആണ്. ഇനി ആഴം കൂടിയ ഭാഗം ഏതാണെന്ന് ചോദിച്ചാൽ അത് വാർട്ടൺ ഗർത്തമാണ്. നിങ്ങളൊന്ന് റിവൈസ് ചെയ്ത് നോക്കി. പസഫിക് സമുദ്രത്തിലെ ഏറ്റവും ആഴം കൂടിയ ഭാഗം ഏതാ? അറ്റ്ലാന്റിക്കിലാണെങ്കിലോ? ഇനി ഇന്ത്യൻ മഹാസമുദ്രത്തിലേക്ക് വരുമ്പോഴോ? വലിപ്പത്തിലും 3-ാം സ്ഥാനമാണ് ഇന്ത്യൻ മഹാസമുദ്രത്തിനുള്ളത്. ഇതിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാല് ഒരു രാജ്യത്തിന്റെ പേരിൽ പ്യൂറിട്ടോറിക്കാന്നാണോ പ്യൂട്ടോറിക്കാന്നാണോ? മോളെ പ്യൂട്ടോറിക്ക എന്നാണ്. ഇവിടെ സ്പെല്ലിംഗ് എറർ ഉണ്ടോ? പ്യൂട്ടോറിക്ക ഉണ്ടോ? പ്യൂട്ടോറിക്ക പ്യൂട്ടോറിക്കയും മരിയാന ട്രെഞ്ച് ഒന്ന് തന്നെയാണോ? അല്ല മോനെ, അത് വേറെ വേറെയാ. മരിയാന ട്രെഞ്ച് വേറെ കേട്ടോ. അത് പസഫിക്കിലാണ്. മരിയാന ട്രെഞ്ച് പസഫിക്കിലാണ്, ഇത് അറ്റ്ലാന്റിക്കിലാണ് പ്യൂട്ടോറിക്ക. ഓക്കെ മിസ്, ഓക്കെ മിസ്. ആ അതെ. അപ്പൊ എന്താണ് ഇന്ത്യൻ മഹാസമുദ്രത്തിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാല് ഒരു രാജ്യത്തിന്റെ പേരിൽ അറിയപ്പെടുന്ന ഏക സമുദ്രമാണ് അല്ലെ. നമ്മൾ മറ്റു സമുദ്രങ്ങളൊക്കെ നോക്കിയാൽ എന്താണ് രാജ്യത്തിന്റെ പേരൊന്നും മെൻഷൻ ചെയ്തിട്ടില്ല അല്ലെ. പക്ഷെ ഒന്ന് ഓർത്ത് നോക്കി, ഇന്ത്യൻ മഹാസമുദ്രം എന്ന് പറയുന്നത് നമ്മുടെ രാജ്യത്തിന്റെ പേരാ ഇന്ത്യ അല്ലെ. ഇന്ത്യ എന്ന രാജ്യത്തിന്റെ പേരാണ് ഇതിൽ പരാമർശിച്ചിരിക്കുന്നത്, ഇന്ത്യൻ മഹാസമുദ്രത്തില് പറഞ്ഞിരിക്കുന്നത് അല്ലെ. അതായത് ഒരു രാജ്യത്തിന്റെ പേരിൽ അറിയപ്പെടുന്ന ഏക സമുദ്രമാണ് ഇന്ത്യൻ മഹാസമുദ്രം എന്ന് പറയുന്നത്. ഇതിന്റെ ശരാശരി ആഴം എത്രയാ പറഞ്ഞല്ലേ? 3960 മീറ്റർ ആണ് നേരത്തെ പറഞ്ഞു. ഇനി ഇന്ത്യൻ മഹാസമുദ്രത്തിന് ഒരു പഴയ പേരുണ്ട്. ആ പേരൊന്ന് പറയാം ആരെങ്കിലും? രത്നാകര. രത്നാകര. വെരി ഗുഡ്, വെരി ഗുഡ്. രത്നാകര എന്ന പേരിൽ അറിയപ്പെടുന്ന സമുദ്രം അല്ലെങ്കിൽ അറിയപ്പെട്ടിരുന്ന സമുദ്രം ഏതാണെന്ന് ചോദിച്ചാല് അത് ഇന്ത്യൻ മഹാസമുദ്രമാണ്. ഓക്കെ. ഇനി ഇന്ത്യൻ മഹാസമുദ്രത്തിലെ ഏറ്റവും വലിയ ദ്വീപ്, നമ്മളെ പസഫിക്കിലെ ഏറ്റവും വലിയ ദ്വീപ് ഏതാ പറഞ്ഞേ? പസഫിക്കിൽ ഓർമ്മയുണ്ടോ? പസഫിക് സമുദ്രത്തിലെ ഏറ്റവും വലിയ ദ്വീപ് ഏതാ പറഞ്ഞേ? പാപ്പുവ ന്യൂഗിനിയ. എന്നാല് ഇന്ത്യൻ മഹാസമുദ്രത്തിലെ വലിയ ദ്വീപ് ഏതാന്ന് ചോദിച്ചാൽ അത് മഡഗാസ്കർ ദ്വീപാണ് കേട്ടോ. മഡഗാസ്കർ കേട്ടോ. മഡഗാസ്കർ ആണ് ഇന്ത്യൻ മഹാസമുദ്രത്തിലെ ഏറ്റവും വലിയ ദ്വീപ് എന്ന് പറയുന്നത്. പിന്നെ വേറെ ദ്വീപുകൾ എന്ന് പറയുന്നത് ജാവ ദ്വീപുണ്ട്, സുമാത്ര ദ്വീപുകളുണ്ട്. ഇതൊക്കെ എന്താണ് ഇന്ത്യൻ മഹാസമുദ്രത്തിന്റെ ഭാഗമായിട്ടുള്ള ദ്വീപുകളാണ്. ഓർത്തിരിക്കുക, മഡഗാസ്കർ ദ്വീപ്, ജാവ, സുമാത്ര എന്നീ ദ്വീപുകളൊക്കെ ഉള്ളത് ഇന്ത്യൻ മഹാസമുദ്രത്തിലാണ്. ഓക്കെ. ഇനി ചെങ്കടല് അല്ലെ, ചെങ്കടൽ, റെഡ് സീ എന്ന് പറയുന്നത് അല്ലെ, ചെങ്കടല്, അതുപോലെ തന്നെ അറബിക്കടൽ, അറേബ്യൻ സീ, പേർഷ്യൻ ഉൾക്കടല്, ബേ ഓഫ് ബംഗാള് ഒക്കെ വരുന്നത് ഇതിന്റെ ഭാഗമായിട്ടാണ്. ഇതൊക്കെ ഉള്ളത്, ഇതൊക്കെ സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? അത് ഇന്ത്യൻ മഹാസമുദ്രത്തിന്റെ ഭാഗമായിട്ടാണ് സ്ഥിതി ചെയ്യുന്നത്. ഇതൊക്കെയാണ് ചെങ്കടലുണ്ട്, അറബിക്കടലുണ്ട്, ബംഗാൾ ഉൾക്കടലുണ്ട്, അതുപോലെ തന്നെ എന്താണ് പേർഷ്യൻ ഉൾക്കടലൊക്കെ വരുന്നത് എവിടെയാണ്? ഇന്ത്യൻ മഹാസമുദ്രത്തിന്റെ ഭാഗമായിട്ട് വരുന്നതാണ്. ഇനി വേറൊരു ഇതെന്ന് പറഞ്ഞാല് മെഡിറ്ററേനിയൻ കടലിനെയും ചെങ്കടലിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന കനാല് ഏതാണെന്ന് ചോദിച്ചാൽ അത് സൂയസ് കനാലാണ് കേട്ടോ. മെഡിറ്ററേനിയൻ കടലിനെയും അതുപോലെ ചെങ്കടലിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന കനാല് സൂയസ് കനാലാണ്. ഓക്കെ. അപ്പൊ സൂയസ് കനാലില് 2022 തോന്നുന്നു ഒരു വലിയൊരു ബ്ലോക്ക് ഉണ്ടായല്ലേ? നിങ്ങൾ കണ്ടിട്ടുണ്ടാവില്ലേ? ന്യൂസിലും പത്രത്തിലൊക്കെ വായിച്ചിട്ടുണ്ടാവില്ലേ? 21-ലല്ലേ? എന്താ കേൾക്കുന്നില്ല? 21-ലല്ലേ? 21-ലാണോ 22-ലാണോ? 1-ലാണെന്ന് തോന്നുന്നു. 22-ലോ 21-ലോ? സൂയസ് കനാലില് വലിയൊരു ബ്ലോക്ക് നടന്നല്ലേ? അപ്പൊ ആ ബ്ലോക്കിന് കാരണമായിട്ടുള്ള ഒരു ചരക്ക് കപ്പലുണ്ട്. ആ കപ്പലിന്റെ പേരറിയോ? അതൊരു വട്ടം ഒരു പരീക്ഷയ്ക്ക് ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നു. കാരണം കറണ്ട് അഫെയറുമായി ബന്ധപ്പെടുന്നതല്ലേ, ആനുകാലികമാണല്ലോ. അതുകൊണ്ടാണ്. കാരണം
എത്രയാ 7 ദിവസവും എത്ര ദിവസം എനിക്ക് കറക്റ്റ് ആയിട്ട് ഓർമ്മയില്ല. എന്തോ 5 ദിവസത്തിനുള്ളിൽ എന്തോ കടന്നിട്ടുണ്ട്. 5 ദിവസത്തിൽ കൂടുതൽ എന്താണ് ആ ഒരു സൂയസ് കനാലില് ധാരാളം എന്ത് ചെയ്ത് കപ്പലുകളൊക്കെ എന്താണ് ബ്ലോക്ക് ആയിട്ട് കിടക്കും. കാരണം മുമ്പോട്ട് പോകാൻ പറ്റാതെ, കാരണം ധാരാളം എന്താണ് നമ്മുടെ എന്താ പറയാ നമ്മുടെ അല്ല മറ്റു രാജ്യങ്ങളിൽ നിന്നായാലും നമ്മുടെ രാജ്യത്ത് നിന്നായാലും ഒക്കെ ധാരാളം സാധനങ്ങൾ എന്താണ് ചരക്ക് കപ്പൽ മുഖാന്തരം പോകുന്നുണ്ട് അല്ലെ. അപ്പൊ അങ്ങനെ പോകുന്ന കപ്പലുകൾക്ക് പ്രധാനമായിട്ടുള്ളൊരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളൊരു പാതയാണ്, അതായത് പ്രധാന പാതയാണ് എന്ന് പറയുന്നത് സൂയസ് കനാൽ എന്ന് പറയുന്നത്. ഇതൊരു മനുഷ്യനിർമ്മിതമായിട്ടുള്ള ഒരു കനാലാണ് കേട്ടോ. ഈജിപ്തിലാണ് മനുഷ്യനിർമ്മിതമായിട്ടുള്ള കനാലാണ്. ഈജിപ്ഷ്യൻ ഒരു ബോർഡിന്റെ കീഴിലാണ് ഇത് വരുന്നത്, ഈ ഒരു ഇത് വരുന്നത് സൂയസ് കനാല് വരുന്നത്. അപ്പൊ 4, 5, 7 ദിവസം വരെ എനിക്ക് തോന്നുന്നു കപ്പൽ ഇത് കിടന്നിരുന്നത്, ബ്ലോക്ക് സൃഷ്ടിച്ചുകൊണ്ട് കിടന്നിരുന്നത്. അതിന് കാരണമായ കപ്പലിന്റെ പേര്, ചരക്ക് കപ്പലിന്റെ പേര് എന്ന് പറയുന്നത് എവർ ഗിവൺ ആണ് കേട്ടോ. എവർ ഗിവൺ എന്ന് പറയുന്ന ഒരു ചരക്ക് കപ്പലാണ് സൂയസ് കനാലില് ബ്ലോക്ക് സൃഷ്ടിച്ച ചരക്ക് കപ്പൽ. ഇത് തായ്വാന്റെ എന്താ പറയാ ചരക്ക് കപ്പലിലാണിത് എവർ ഗിവൺ എന്ന് പറയുന്നത്. ഏറ്റവും വലിയൊരു ചരക്ക് കപ്പലാണ് ലോകത്തിലെ തന്നെ ഈ എവർ ഗിവൺ എന്ന് പറയുന്നത്. കൊണ്ട് തന്നെയാണ് ഇത് ബ്ലോക്ക് സൃഷ്ടിച്ചപ്പോ എന്താണ് മറ്റു കപ്പലുകൾക്ക് അനങ്ങാൻ പറ്റാതെ പോയത്, അതായത് സ്റ്റക്ക് ആയിട്ട് പോയത്. ഓക്കെ, ഞാനിവിടെ പേര് ഓർത്തിരുന്നാൽ മാത്രം മതി. എവർ ഗിവൺ എന്നാണ് ആ കപ്പലിന്റെ പേര് കേട്ടോ. ഓക്കെ, ക്വസ്റ്റ്യൻ വന്നതാണ്. സൂയസ് കനാലിന്റെ പറഞ്ഞു. ഓക്കെ, അപ്പൊ അത്രയും കാര്യങ്ങളാണ് ഇന്ത്യൻ മഹാസമുദ്രത്തിനെ കുറിച്ച് പറയുന്നത്. ഏതൊക്കെയാണ് ഇന്ത്യൻ മഹാസമുദ്രത്തിന്റെ ഭാഗമായിട്ടുള്ള കടലുകളുടെ പേരെന്ന് പറഞ്ഞേ? ഏതൊക്കെയാ കടലുകള്? അറബിക്കടല്, ചെങ്കടല്, അറബിക്കടല്, പേർഷ്യൻ കടല്, ചെങ്കടല്, ബംഗാൾ ഇനി ദ്വീപുകൾ ഏതൊക്കെയാണ്? മഡഗാസ്കർ അല്ലെ, മഡഗാസ്കർ ഉണ്ടല്ലേ ദ്വീപുകള്. ജാവ, സുമാത്ര. കാര്യങ്ങളാണ് ഇന്ത്യൻ മഹാസമുദ്രത്തിനെ കുറിച്ച് നോക്കാനുള്ളത്. ഞാൻ അടുത്ത് നോക്കിയ ആർട്ടിക് സമുദ്രം. ആർട്ടിക് സമുദ്രം സമുദ്രങ്ങളിൽ വെച്ച് ഏറ്റവും ചെറുതാണ്. കണ്ടോ, ഇത് ഏറ്റവും താഴെയാ വരുന്നത്, പക്ഷെ ഇവർ ഏറ്റവും കൂടുതൽ മുകളിലായിട്ടാക്കണേ. സമുദ്രങ്ങളിൽ വെച്ച് ഏറ്റവും ചെറുത്, വിസ്തൃതി 14.09 ലക്ഷം ചതുരശ്ര കിലോമീറ്റർ ആണ്. ഏറ്റവും ആഴം കൂടിയ ആഴം എന്ന് പറയുന്നത് 5180 മീറ്റർ ആണ്. അതൊന്ന് ജസ്റ്റ് ഒന്ന് വായിച്ചു പോയാൽ ഒന്നും ചോദിക്കണമെന്നില്ല. ഏറ്റവും ചെറിയ സമുദ്രമാണെന്ന് ഓർത്ത് വെക്കാം. പിന്നെ അതിന്റെ വിസ്തൃതി എത്രയാണ്, എല്ലാത്തിന്റെയും വിസ്തൃതി പഠിച്ചു വെക്കാം. അതുപോലെ തന്നെ ഇന്ത്യൻ മഹാസമുദ്രം, പസഫിക് സമുദ്രം, അറ്റ്ലാന്റിക് സമുദ്രം, ഇതിന്റെ മൂന്നിന്റെയും ആഴം എത്രയാണെന്ന് പഠിച്ചു വെക്കാം കേട്ടോ. ആഴം എത്ര, കൂടിയ ആഴമല്ല, ആഴം എത്രയാണെന്ന് പഠിച്ചു വെക്കാം. മൂന്നിന്റെയും ആഴം പഠിക്കാം. അതുപോലെ തന്നെ 5ന്റെയും വിസ്തീർണവും പഠിക്കാം. ഓക്കെ, ആഴം ശരാശരിയാണോ അതോ എന്താ മോനെ? ആഴം ശരാശരി ആഴം കേട്ടോ. ശരാശരി ആഴം മൂന്നിന്റെയും പ്രധാനമായിട്ടും പഠിച്ചു വെക്കുക. ഏതൊക്കെയാ? പസഫിക്കിന്റെയും അറ്റ്ലാന്റിക്കിന്റെയും ഇന്ത്യന്റെയും ശരാശരി ആഴവും വിസ്തീർണവും പഠിച്ചു വെക്കുക. പിന്നെ വിസ്തീർണം പഠിക്കുമ്പോൾ 5 എണ്ണത്തിന്റെയും പഠിക്കണം. വിസ്തീർണം 5 എണ്ണത്തിന്റെയും പഠിക്കുക. ശരാശരി ആഴം പസഫിക്, അറ്റ്ലാന്റിക്, ഇന്ത്യൻ അത്രയും പഠിച്ചാൽ മതി. ഓക്കെ, മനസ്സിലായോ പറഞ്ഞത്? ഓക്കെ, അപ്പൊ ഏറ്റവും ചെറിയ സമുദ്രമാണ് ആർട്ടിക് സമുദ്രം. വിസ്തൃതി 14.09 ലക്ഷം ചതുരശ്ര കിലോമീറ്റർ ആണ് അല്ലെ. പിന്നെ ആകൃതി പറയുന്നുണ്ട് കേട്ടോ. ആകൃതി പക്ഷെ ഇതിനകത്ത് പറയുന്നില്ല. എന്താ ആകൃതി ആർട്ടിക് സമുദ്രത്തിന്റെ? ഡി ആകൃതിയാണ് കേട്ടോ. ആർട്ടിക് സമുദ്രത്തിന്റെ ആകൃതി എന്ന് പറയുന്നത് ഡി ആകൃതിയാണ്. ഡി ആകൃതിയിലുള്ള സമുദ്രമാണ് എന്ത്? ആർട്ടിക് സമുദ്രം. ഇനി അത്രേ ഉള്ളൂ, അധികം പോയിന്റ്സ് ഇല്ല പഠിക്കാനായിട്ട്. ഇനി അന്റാർട്ടിക് സമുദ്രം. ഡി ആണോ ബി ആണോ? ഡി ആണ് മോളെ. ഡി, ABCD, സി കഴിഞ്ഞിട്ടുള്ള ലെറ്റർ ഇല്ലേ? ഡി ആണ്, ഡി കേട്ടോ. ഡി ആകൃതി. ഇനി അന്റാർട്ടിക് സമുദ്രം കേട്ടോ. സമുദ്രോപരിതലം മഞ്ഞുകട്ടകളാൽ മൂടപ്പെട്ടിരിക്കുന്നു. സമുദ്രോപരിതലം മഞ്ഞുകട്ടകളാല് മൂടപ്പെട്ടിരിക്കുന്നു. ദക്ഷിണ സമുദ്രം എന്നറിയപ്പെടുന്നു. ദക്ഷിണ സമുദ്രം എന്നറിയപ്പെടുന്നത് സൗത്ത് പോളിലാണല്ലേ. അന്റാർട്ടിക് സമുദ്രം എന്ന് പറയുന്നത് ഭൂമിയുടെ സൗത്ത് പോളിലാണ് സ്ഥിതി ചെയ്യുന്നത്, ഏറ്റവും താഴെ കേട്ടോ. അത് നിങ്ങൾ മാപ്പ് എടുത്ത് നോക്കിയാൽ കാണാൻ പറ്റും കേട്ടോ. ഒരു എന്താ പറയാ, ഏറ്റവും താഴെയായിട്ട് ഒരു വെള്ള കളറിൽ ഇങ്ങനെ പോയിന്റ് ഔട്ട് ചെയ്തിട്ടുണ്ടാവും അന്റാർട്ടിക് സമുദ്രവും. അതുപോലെ തന്നെ അന്റാർട്ടിക് ഓഷൻ എന്താ പറയാ പോയിന്റ് ഔട്ട് ചെയ്തിട്ടുണ്ടാവും. അപ്പോ അന്ന് മാപ്പിൽ ഒന്ന് നോക്കിയാൽ മതി കേട്ടോ. അപ്പൊ സൗത്ത് പോളിൽ അന്റാർട്ടിക്കയും അതുപോലെ
നോർത്ത് പോളില് ആർട്ടിക്കും ആണ് വരുന്നത് കേട്ടോ. ആർട്ടിക് സമുദ്രം വരുന്നത് നോർത്ത് പോളിലും സൗത്ത് പോളില് അന്റാർട്ടിക് സമുദ്രവും വരുന്നുണ്ട് കേട്ടോ. അപ്പൊ സമുദ്രോപരിതലം മഞ്ഞുകട്ടകളാൽ മൂടപ്പെട്ടിരിക്കുന്നു. ദക്ഷിണ സമുദ്രം എന്നറിയപ്പെടുന്നു. ആകെ വിസ്തൃതി 32 ലക്ഷം ചതുരശ്ര കിലോമീറ്റർ ആണ് കേട്ടോ. ഇത്രയും കാര്യങ്ങളാണ് അന്റാർട്ടിക് സമുദ്രത്തിനെ കുറിച്ച് പഠിക്കാനുള്ളത്. അപ്പൊ ഏറ്റവും കൂടുതലുള്ളത് പസഫിക് ആണ്. വിസ്തൃതി എന്ന് പറയാം. വിസ്തൃതി 32 ലക്ഷം ചതുരശ്ര കിലോമീറ്റർ ആണ്. വിസ്തൃതി 32 ലക്ഷം ചതുരശ്ര കിലോമീറ്റർ കേട്ടോ. മഞ്ഞുകട്ടകളാൽ മൂടപ്പെട്ടിരിക്കും. നമ്മൾക്കറിയാലോ അന്റാർട്ടിക്ക എന്ന് പറയുമ്പോൾ തന്നെ എന്താണ്, മഞ്ഞുകട്ടകൾ. ആ സമുദ്രം ഉണ്ട്, പക്ഷെ എന്താണ് അവിടെ സമുദ്രം നമുക്ക് കാണാനായിട്ട് സാധിക്കില്ല. എന്തുകൊണ്ടാ? നിറച്ച് മഞ്ഞുകട്ടകളാൽ എന്താണ് മൂടപ്പെട്ടിരിക്കുകയാണ് എന്ത്, അന്റാർട്ടിക്ക എന്ന് പറയുന്ന സമുദ്രം. ദക്ഷിണ സമുദ്രമാണ്. ഓക്കെ, അപ്പൊ 5 സമുദ്രങ്ങളെ കുറിച്ച് പഠിച്ചു അല്ലെ? മനസ്സിലായോ നിങ്ങൾക്ക്? ഡൗട്ട് ഉണ്ടോ? എന്താ ക്ലിയർ അല്ലേ? ആർക്കെങ്കിലും ക്ലിയർ ആവാത്തതുണ്ടോ? മനസ്സിലായി അല്ലേ? ഓക്കെ, അപ്പൊ നമുക്കൊരു എക്സാം നടത്താം. റെഡി അല്ലേ? ഓക്കെ, കഴിഞ്ഞ ക്ലാസ്സിൽ കേട്ടോ എല്ലാവരും ഒരു ബുക്കും ഒരു പേന എടുത്ത് വെക്കാം. എളുപ്പമാണ്. നിങ്ങൾ പഠിച്ചു കഴിഞ്ഞാണ്. ജസ്റ്റ് ഒന്ന് അറിയാൻ വേണ്ടിട്ട് എത്രത്തോളം പഠിച്ചിട്ടുണ്ടെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പൊ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എഴുതിക്കോളൂ കേട്ടോ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നിങ്ങൾ എഴുതണം എന്നില്ല, ആൻസർ മാത്രം എഴുതിയാലും മതി കേട്ടോ. ഞാൻ പറയുന്ന ക്വസ്റ്റ്യൻസിന് ആൻസർ എഴുതാം. വെള്ളച്ചാട്ടങ്ങൾ കാണപ്പെടുന്ന ഘട്ടം ഏതാണെന്ന് എഴുതാം കേട്ടോ. വെള്ളച്ചാട്ടങ്ങള് കാണപ്പെടുന്ന ഘട്ടം ഏതാണെന്ന് എഴുതാം കേട്ടോ. ഉപരിഘട്ടം. പറയരുത് പറയാൻ പാടില്ല കേട്ടോ. ഞാൻ ലാസ്റ്റ് പറയാം കേട്ടോ. ആരും പറയണ്ട, ആൻസർ മാത്രം എഴുതിയാൽ മതി. ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് മധ്യഘട്ടത്തിൽ രൂപപ്പെടുന്ന ഭൂരൂപങ്ങൾ എന്തൊക്കെയാണ്? മധ്യഘട്ടത്തില് രൂപപ്പെടുന്ന ഭൂരൂപങ്ങള് എന്തൊക്കെയാണ്? എന്തൊക്കെ പ്രതിഭാസങ്ങളാണ് മധ്യഘട്ടത്തിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കുക? എക്സാമ്പിൾ ഇല്ലേ, അത് എഴുതി വെക്കുക കേട്ടോ. മധ്യഘട്ടത്തില് രൂപപ്പെടുന്ന ഒരു ഭൂരൂപങ്ങള് എന്തൊക്കെയാണ്? ഓക്കെ, കാറ്റിന്റെ നിക്ഷേപണ ഫലമായി ഉണ്ടാകുന്ന ഭൂരൂപം ഏതാണ്? കാറ്റിന്റെ നിക്ഷേപണ ഫലമായി ഉണ്ടാകുന്ന ഭൂരൂപം ഏതാണ്? കാറ്റിന്റെ നിക്ഷേപണ ഫലമായി ഉണ്ടാകുന്ന ഭൂരൂപം ഏതാണ്? ഭൂരൂപം കേട്ടോ. നാലാമത്തെ ക്വസ്റ്റ്യൻ, കൂൺശില എന്ത് പ്രവർത്തനത്തിന്റെ ഫലമായി ഉണ്ടാകുന്നത്? കൂൺശില എന്ത് പ്രവർത്തനത്തിന്റെ ഫലമായാണ് ഉണ്ടാകുന്നത്? കൂൺശില എന്ത് പ്രവർത്തനത്തിന്റെ ഫലമായാണ് ഉണ്ടാകുന്നത്? കൂണാണോ തൂണാണോ? കൂൺ മഷ്റൂം റോക്സ് കേട്ടോ. കൂൺശില, മഷ്റൂം റോക്സ്. കൂൺശില എന്തിന്റെ പ്രവർത്തന ഫലമായാണ് ഉണ്ടാകുന്നത്? ചുണ്ണാമ്പ് ശിലാപ്രദേശങ്ങളിൽ താഴെ നിന്ന് മുകളിലേക്ക് വളരുന്ന ഭൂരൂപങ്ങളെ വിളിക്കുന്ന പേരെന്ത്? ചുണ്ണാമ്പ് ശിലാപ്രദേശങ്ങളിൽ താഴെ നിന്ന്
മുകളിലേക്ക് വളരുന്ന ഭൂരൂപങ്ങളെ വിളിക്കുന്ന പേരെന്ത്? ടീച്ചർ ഒന്നുകൂടെ ക്വസ്റ്റ്യൻ പറയോ? പറയാം. ചുണ്ണാമ്പ് ശിലാ പ്രദേശങ്ങളില് താഴെ നിന്ന് മുകളിലേക്ക് വളരുന്ന ഭൂരൂപത്തെ വിളിക്കുന്ന പേരെന്ത്? ബോറോ ഗുഹ എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? ബോറോ ഗുഹ ഏത് സംസ്ഥാനത്താണ് സ്ഥിതി ചെയ്യുന്നത്? ബോറോ ഗുഹ ഏത് സംസ്ഥാനത്താണ് സ്ഥിതി ചെയ്യുന്നത്? ഹിമാനി സൃഷ്ടിക്കുന്ന ഭൂരൂപങ്ങൾ 2 ഉണ്ട്. അത് ഏതൊക്കെയാണെന്ന് എഴുതാട്ടോ. ഹിമാനി സൃഷ്ടിക്കുന്ന ഭൂരൂപങ്ങൾ 2 ഉണ്ട്. അത് ഏതൊക്കെയാണെന്ന് എഴുതാം. 2 ഏതാണെന്ന് എഴുതാം. സ്തംഭങ്ങള്, അതായത് തിരമാലയുടെ എന്താ പറയാ, തിരമാല ഉണ്ടാക്കുന്ന ഭൂരൂപങ്ങളാണ് സ്തംഭങ്ങൾ എന്ന് പറയുന്നത് അല്ലെ. അപ്പൊ ആ സ്തംഭങ്ങൾ എന്ന് പറയുന്ന അപരദന ബലമാണോ അല്ലെങ്കിൽ നിക്ഷേപണ ബലമാണോ എന്ന് എഴുതാം. നിക്ഷേപണത്തിന്റെ ഫലമായാണോ രൂപം കൊള്ളുന്നത്, അപരദനത്തിന്റെ ഫലമായാണോ സ്തംഭങ്ങൾ രൂപം കൊള്ളുന്നത് എന്ന് എഴുതാം കേട്ടോ. കീഴ്ഘട്ടത്തില് ഉണ്ടാകുന്ന പ്രതിഭാസം എന്താണ്? കീഴ്ഘട്ടത്തില് എന്താണ് കൂടുതൽ, ഏത് പ്രക്രിയയാണ് നടക്കുന്നതെന്ന് എഴുതാം. കീഴ്ഘട്ടത്തില് ഏത് പ്രക്രിയയാണ് കൂടുതൽ നടക്കുന്നതെന്ന് എഴുതാം കേട്ടോ. കീഴ്ഘട്ടം. കടലിലേക്ക്, ലാസ്റ്റ് ക്വസ്റ്റ്യൻ, 10ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. കടലിലേക്ക് തള്ളി നിൽക്കുന്ന ചെങ്കുത്തായ കുന്നുകളെ വിളിക്കുന്ന പേരെന്ത്? കടലിലേക്ക് തള്ളി നിൽക്കുന്ന ചെങ്കുത്തായിട്ടുള്ള കുന്നുകളെ വിളിക്കുന്ന പേരെന്ത്? കഴിഞ്ഞോ? എല്ലാവരെയും കഴിഞ്ഞോ? കഴിഞ്ഞു മിസ്. കഴിഞ്ഞല്ലേ? കഴിഞ്ഞു. ഓക്കെ, എല്ലാവരെയും കഴിഞ്ഞ ആൻസർ വായിച്ചോട്ടെ. എന്നാ ആൻസർ വായിക്കാൻ കേട്ടോ. ഓക്കെ മാം. ഓക്കെ. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ എന്താ? ഉത്തരം എന്താ? ഒന്നാമത്തെ ഉപരിഘട്ടം. രണ്ടാമത്തെ എന്താ? മിയാൻഡറുകൾ അല്ലെ, വലയങ്ങള്. പിന്നെ ഓക്സ്ബോ തടാകം അല്ലെ. ഓക്കെ. മൂന്നാമത്തെ ആൻസർ എന്താ? മണൽ കൂനകൾ. അതിന്റെ നിക്ഷേപണ ഫലമായി ഉണ്ടാക്കുന്ന ഒരു ബർക്കനുകളാണ് മൂന്നാമത്തെ ആൻസർ. നാലാമത്തത് കൂൺശില, ശിലക്ക് തേയ്മാനം അല്ലെങ്കിൽ അപകർഷണം സംഭവിച്ചിട്ട്. നാലാമത്തത് എന്ത് പ്രക്രിയയാണെന്നല്ലേ ചോദിച്ചേ? അപരദനമാണ് നാലാമത്തെ ആൻസർ തന്നെ കേട്ടോ. കൂൺശില എന്ത് പ്രവർത്തനത്തിന്റെ ഫലമായി ഉണ്ടാകുന്ന അതിന്റെ അപരദനം ഉണ്ട്. അപരദന പ്രക്രിയയാണ് ഇവിടെ നടക്കുന്നത് കേട്ടോ. അപരദനത്തിന്റെ ഫലമായിട്ടാണ് എന്തുണ്ടാവുന്നത്? കൂൺശില ഉണ്ടാകുന്നത് കേട്ടോ. കൂൺശില. അഞ്ചാമത്തത് സ്റ്റാലഗ്മൈറ്റുകൾ അല്ലേ? സ്റ്റാലഗ്മൈറ്റുകള്. സ്റ്റാലഗ്മൈറ്റുകൾ കേട്ടോ. ആറാമത്തെ ഏതാണ്? ആന്ധ്രാപ്രദേശ് കേട്ടോ. ആന്ധ്രാപ്രദേശാണ്. ഓക്കെ. ഏഴാമത്തത് 2 ഉണ്ടല്ലേ? എന്തൊക്കെയാ? സിർക്കുകള്, മൊറൈനുകള്. ഓക്കെ.
എട്ടാമത്തതോ അപരതനം. അപരദനം. കേട്ടോ. എട്ടാമത്തത് അപരദനമാണ്. ഒമ്പതാമത്തത് നിക്ഷേപണം. നിക്ഷേപണം. പത്താമത്തതോ കടൽ തീര ക്ലിഫുകൾ. ക്ലിഫുകൾ അല്ലെ? കടൽ തീര ക്ലിഫുകൾ. എല്ലാരും കടൽ തീര ക്ലിഫുകൾ കേട്ടോ. കടലിലേക്ക് തള്ളി നിൽക്കുന്ന ചെങ്കുത്തായിട്ടുള്ള കുന്നുകളാണെന്ത് കടൽ തീര ക്ലിഫുകൾ എന്ന് പറയുന്നത്. ഓക്കെ, 10 ശരിയായ എല്ലാവരുടെയും? ഒന്ന് തെറ്റിപ്പോയി. ഒന്ന് തെറ്റി. ആർക്കൊക്കെ 10 കിട്ടിയേ? ആർക്കും കിട്ടിയിട്ടില്ലേ? ഒരെണ്ണം തെറ്റിക്കും. ഒരെണ്ണം തെറ്റിപ്പോയി അല്ലെ? സാരല്ല, ശരിയായിക്കോളും, കുഴപ്പമില്ല കേട്ടോ. അതിങ്ങനെ പറയുന്നോണ്ടായിരിക്കും, ചിലപ്പോ മനസ്സിലാവാത്തോണ്ടായിരിക്കും തെറ്റിപ്പോയത് കേട്ടോ. ഓക്കെ, ഒരു സംശയം ചോദിച്ചോട്ടെ? ഇതിന്റെ മോക്ക് ടെസ്റ്റ് ആയിട്ട് കിട്ടുമായിരുന്നു, നല്ലതായിരുന്നു. ഇതിന്റെ മോക്ക് ടെസ്റ്റ് ആയിട്ട് പണ്ട് ഈ മോക്ക് ടെസ്റ്റ് ഇട്ട് തരുമായിരുന്നു ഗൂഗിൾ ഫോമില് പോലെ. തരുന്നില്ലേ? കുറച്ചാളായിട്ട് കിട്ടുന്നില്ല. ഇടുന്നില്ലല്ലേ? ഞാനിവിടെ പറയാം കേട്ടോ, ഇട്ട് തരാനായിട്ട് പറയാം. അവിടെ ഓഫീസിൽ ഞാൻ പറഞ്ഞു കേട്ടോ. മോക്ക് ടെസ്റ്റ് ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള മോക്ക് ടെസ്റ്റുകൾ തരും കേട്ടോ. നമുക്ക് പേടിക്കണ്ട, കിട്ടും കേട്ടോ. ഇതിന്റെ കിട്ടിയിട്ടേ എന്താ? ഇപ്പം കുറെ നാളായിട്ട് ഒരു ഇതിന്റെയും കിട്ടുന്നില്ല. ഒന്നിന്റെയും കിട്ടുന്നില്ല അല്ലേ? ഇല്ല, ഞങ്ങൾ സുനിൽ സാറിനോടും പറഞ്ഞായിരുന്നു, റഫീഖ് സാറിനോടും പറഞ്ഞായിരുന്നു. ആരോട് പറഞ്ഞിരുന്നു? റഫീഖ് സാറിനോടോ? സുനിൽ സാറിനോടും പറഞ്ഞായിരുന്നു. പറഞ്ഞിരുന്നല്ലേ? ഞാൻ എന്തായാലും ഇവിടെ പറഞ്ഞിട്ട് പോകാന്ന് കേട്ടോ, അവരോട് പറഞ്ഞേക്കാം. ഓക്കെ, എന്നാണ് നിങ്ങളൊന്ന് ചെയ്യിപ്പിച്ചതാണ്, അപ്പൊ കിട്ടുന്നുണ്ട്, കുഴപ്പമില്ല, നിങ്ങൾക്ക് ക്ലിയർ ആണ്. ഒരു സംശയം, ആ മരുഭൂമിയിലെ ഭൂരൂപങ്ങളിൽ ഡിഫ്ലേഷൻ അല്ലേ അപരദനം മൂലം ഉണ്ടാകുന്നത്? ഡിഫ്ലേഷൻ അപരദനം മൂലമാണ് കൂൺശില. എല്ലാം അപ്പൊ ഈ ഡിഫ്ലേഷൻ അപരദനം മൂലമല്ല. ഡിഫ്ലേഷൻ എന്ന് പറഞ്ഞാല്, ഡിഫ്ലേഷൻ എന്ന് പറഞ്ഞ ഈ സംഭവം ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് കൊണ്ടുപോകുന്നല്ലേ ഡിഫ്ലേഷൻ. അപരദനം തന്നെയല്ലേ പറയുന്നേ. ഡിഫ്ലേഷൻ മരുഭൂമിയിൽ അപകർഷണം കൊണ്ട് എന്തെങ്കിലും ഉണ്ടാകുന്നുണ്ടോ? അപകർഷണം കൊണ്ടോ? തേയ്മാനം സംഭവിക്കുന്നുണ്ട്, അപകർഷണം മൂലമാണ്. അതായത് അപരദനത്തിന്റെയും അപകർഷണവും വരുന്നുണ്ട് ഇവിടെ, അതുപോലെ തന്നെ അപരദനവും വരുന്നുണ്ട്, രണ്ടും വരുന്നുണ്ട്. ഈ കൂൺശിലകളിൽ അപകർഷണം നീക്കാൻ തെറ്റാവും? അപകർഷണം എന്ന് പറഞ്ഞാൽ അത് ഇല്ല, അങ്ങനെ വരില്ല. പക്ഷെ ഏത് പ്രക്രിയ അന്ന് ക്ലാസ് എടുക്കുമ്പോ അപകർഷണം എന്നാ പറഞ്ഞത്. അപകർഷണം എന്ന് പറഞ്ഞിരുന്നു ഞാൻ. അതാ നോട്ട് എഴുതിയത്. അപകർഷണ പ്രക്രിയ മൂലമാണ് കുൺശില രൂപപ്പെടുന്ന പറഞ്ഞിരുന്നത്. അങ്ങനെ നമ്മൾ നോട്ട് എഴുതിയേ. അങ്ങനെ പറഞ്ഞിരുന്നല്ലേ? അതുകൊണ്ട് കൺഫ്യൂഷൻ അപരദനവും ഉണ്ട്, അതിനകത്ത് വരുന്നുണ്ട്. കാരണം നിക്ഷേപണ പ്രക്രിയ അല്ല അവിടെ നടക്കുന്നത്, മറ്റേ ബർക്കനുകളിലാണ് നിക്ഷേപണം നടക്കുന്നത്. അപരദനത്തിന്റെ ഫലമായിട്ട് അവിടെ കൂൺശില ഉണ്ടാകുന്നുണ്ടെന്നാണ് അവിടെ പറയുന്നത് കേട്ടോ. അപകർഷണവും വരുന്നുണ്ട്, അപരദനത്തിന്റെ ഒരു ഇത് അവിടെ വരുന്നുണ്ട് കേട്ടോ. എന്താ ഈ ക്വസ്റ്റ്യന്റെ ആൻസർ കറക്റ്റ് എന്താണ്? കറക്റ്റ് എന്താണെന്നല്ലേ? ഞാൻ എന്തായാലും നോക്കിയിട്ട് പറയാം അടുത്ത ക്ലാസ്സിൽ കേട്ടോ. നിങ്ങൾ ഇനി അത് തെറ്റ് പഠിച്ചു വെക്കണ്ട. ഞാൻ നിങ്ങൾക്ക് അപകർഷണം എന്നല്ലേ പറഞ്ഞു തന്നിരുന്നേ, നോട്ടായിട്ട് തന്നിരുന്നത് അല്ലേ? അതെ അതെ, നമുക്കൊക്കെ അതന്നെ തെറ്റിയത്. അപരദനം കൂൺശിലകളിൽ നടക്കുന്നുണ്ടോ എന്ന് അറിയണം കറക്റ്റ് ആയിട്ട്. അത് ഞാൻ നോക്കിയിട്ട് എന്തായാലും അടുത്ത ക്ലാസ്സിൽ ക്ലാരിഫൈ ചെയ്ത് പറയാം കേട്ടോ. എന്തായാലും പറയാം. എന്താ ഇതുപോലത്തെ എക്സാം ഇടയ്ക്കിടയ്ക്ക് കിട്ടാൻ നല്ലതായിരിക്കും. ഞാൻ ഇടാറുണ്ട് ഇങ്ങനെ എക്സാം, അതുകൊണ്ടാണ് ഞാൻ ഇട്ടോളാം കേട്ടോ. ദിവസം ക്ലാസ്സിന്റെ ഒരു 5 മിനിറ്റ് ഇട്ടാൽ നന്നായിരുന്നു. ഇതേപോലെ പിറ്റേ ദിവസം പഠിച്ചിട്ട് വന്നിട്ടേ പിറ്റേ ദിവസം പിന്നെ എടുക്കുന്നത് പിറ്റേ ദിവസം ഇടാണെങ്കിൽ പെട്ടെന്ന് പഠിക്കാൻ റിവിഷൻ ആവും, മറ്റേത് മറന്നു പോവും. ഒരാഴ്ച ഗ്യാപ്പ് ഉണ്ടല്ലോ, അപ്പൊ പഠിക്കുകയും ചെയ്യാം. പിന്നെടുക്കണത് ഒരാഴ്ച ഇതാണെങ്കിൽ നന്നായിരിക്കും. ഒരു 5 മിനിറ്റ്. ഞാൻ സ്ലൈഡ് മറ്റേ പ്രിന്റ് കൊണ്ടുവന്നില്ല കയ്യില്, ഇതിനകത്ത് എടുത്തിട്ടിട്ടില്ല ലാപ്ടോപ്പില്. അപ്പൊ അതുകൊണ്ട് ഞാൻ തനിയെ ഉണ്ടാക്കിയ ക്വസ്റ്റ്യൻസ് ആണ് അപ്പോൾ നിങ്ങളോട് പറഞ്ഞത്. ഇടണം എന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു, പക്ഷെ എടുക്കാൻ മറന്നുപോയി, പ്രിന്റ് ഔട്ട് എടുക്കാൻ മറന്നുപോയി. ഞാൻ പഠിപ്പിച്ച സംഭവം ചാപ്റ്റർ തീർന്നല്ലോ, കൊണ്ട് പ്രിന്റ് ഔട്ട് കയ്യിൽ കരുതിയിട്ടുണ്ടായിരുന്നില്ല. അല്ലെങ്കിൽ ഇപ്പൊ നോക്കിയിട്ട് പറയായിരുന്നു എന്താന്ന് വെച്ചാല്. സാരല്ലേ മിസ്സേ,
ഇതേപോലെ ഞാൻ അടുത്ത ക്ലാസ്സിൽ ഇതുപോലെ തന്നെ ചോദിക്കും. ഇപ്പൊ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്ന സംഭവങ്ങൾ നിങ്ങൾ നോട്ട് ചെയ്തിട്ടുണ്ടല്ലോ, സമുദ്രങ്ങളെ കുറിച്ച് ഉണ്ട്. അപ്പൊ ഞാൻ അത് ക്വസ്റ്റ്യൻസ് എന്തായാലും 10-15 ഉണ്ടാക്കി കൊണ്ടുവരാം. അപ്പൊ നിങ്ങൾ ഇതാക്കി. അതുപോലെ തന്നെ പ്രീവിയസ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസിന്റെ ഡയറി ഞാനൊന്നും കൊണ്ടുവന്നില്ല, അതും മറന്നുപോയി. അല്ലെങ്കിൽ അത് ആൻസർ ചെയ്യിപ്പിക്കായിരുന്നു, അത് വീട്ടിൽ വെച്ചിട്ടാ പോകുന്നത്. അപ്പൊ അടുത്ത ക്ലാസ്സിൽ വരുമ്പോ അതും കൊണ്ടുവരാം കേട്ടോ. ഇടുമ്പോ മറന്നു പോകില്ല, അതാണ്. എന്താ മറന്നു പോകില്ല അങ്ങനെ ഇടുമ്പോ? ഞാൻ മറന്നു പോവില്ലെന്നോ? മറക്കും. അല്ല, ഇങ്ങനെ എക്സാം ഇടുകയാണെന്ന് വെച്ചാല് നമ്മളെ ഇങ്ങനെ ചെയ്താലില്ല, മറക്കില്ല. അത് ഈ ശരിക്കും പറഞ്ഞാല് ജോഗ്രഫി എടുക്കുമ്പോ തന്നെ എന്താണ് അന്നന്ന് എടുത്ത പോർഷൻസ് ശരിക്കും പറഞ്ഞാല് ഒരു 10-15 മിനിറ്റ് ഒക്കെ എന്താണ് എക്സാം ആയിട്ട് ഇടുന്നത് നല്ലതാണ്. എപ്പോഴും ഞങ്ങളൊക്കെ പഠിച്ചിരുന്ന സമയത്ത് എന്ന് പറഞ്ഞാൽ അങ്ങനെയാണ് ചെയ്തിരുന്നത്. ജോഗ്രഫി ഞങ്ങൾക്ക് പഠിക്കാൻ തരുമ്പോ ഞങ്ങളുടെ ക്ലാസ് ടീച്ചർ എന്ന് പറയുന്നത് സാറാണ് എടുത്തിരുന്നത്. അപ്പൊ എന്താണ് 10-15 മിനിറ്റ് ഞങ്ങൾക്ക് ആ വിഷയത്തെ കുറിച്ചിട്ടുള്ള സംഭവങ്ങൾ എന്താണ് ക്വസ്റ്റ്യൻ ആയിട്ട് തരും, ഞങ്ങൾ അതിന്റെ ആൻസർ കണ്ടെത്തും. അങ്ങനെയാണ് ഞങ്ങളൊരു പഠിച്ചിരുന്ന രീതി എന്ന് പറയുന്നത്. അപ്പൊ അത് തന്നെയാണ് ഞാൻ പഠിപ്പിക്കുന്ന പിള്ളേർക്ക് എപ്പോഴും അപ്ലൈ ചെയ്ത മെത്തേഡ് അത് തന്നെയാണ്. നിങ്ങൾക്ക് ഞാൻ ഇതുവരെ ലാസ്റ്റ് മിസ് ഇപ്പൊ അന്നന്ന് എടുത്തതിന്റെ ലാസ്റ്റ് അതിനോടനുബന്ധിച്ചുള്ള കുറച്ച് ചോദ്യങ്ങളും ചോദിച്ചാൽ ഒന്നുകൂടെ എളുപ്പമായിരുന്നു, നമുക്ക് വീണ്ടും ഒന്ന് ക്ലിയർ ആവും. ക്ലിയർ ആവും. അതും ചോദിക്കാം. ക്വസ്റ്റ്യൻസ് തന്നെ ചോദിക്കാം, ഞാൻ ചോദിച്ചിട്ട്. അപ്പൊ ഞാൻ എന്തായാലും ഇപ്പൊ ഈ ഒരു സമരങ്ങൾ വരെയാണ് ഇപ്പൊ എടുത്തിട്ടുള്ളത്. ആ ഒരു ഇതിന്ന് ഞാൻ എന്തായാലും ഒരു 10-15 ക്വസ്റ്റ്യൻസ് മാക്സിമം കൊണ്ടുവരാനായിട്ട് നോക്കാം. അപ്പൊ നിങ്ങൾക്ക് മോക്ക് ടെക്സ്റ്റ് ആണെങ്കിൽ അങ്ങനെ ചെയ്യാം, ലൈവ് എക്സാം ആണെങ്കിൽ അങ്ങനെ ചെയ്യാം. അല്ലെങ്കിൽ ലാസ്റ്റ് ക്ലാസ് കഴിഞ്ഞിട്ട് കുറച്ചു നേരം ചോദിക്കാനാണെങ്കിൽ ചോദിച്ചു കഴിയുമ്പോൾ ഒരു പ്രശ്നം എന്താണ്, എല്ലാവരോടും പറയുമ്പോൾ ഡിസ്റ്റർബൻസ് വരും. ഇതേപോലെ നല്ലത് എന്നാണ് തോന്നുന്നത്. എല്ലാരും കൂടി പറയുമ്പോ കേൾക്കാൻ പറ്റില്ല, അതാണ് ഒരു ഡിസ്റ്റർബൻസ് വരും. അപ്പൊ ഇങ്ങനെ ചോദിക്കുക, അതൊരു 10 അല്ലെങ്കിൽ 15 മിനിറ്റ് സമയം അതിനായിട്ട് മാറ്റി വെച്ചിട്ട് ഇങ്ങനെ എക്സാം നടത്തും. ഓക്കെ, അടുത്ത ക്ലാസ്സിൽ അങ്ങനെ ചെയ്യാം. ഓക്കെ, അപ്പൊ അടുത്ത ക്ലാസ്സിൽ ഇടുക കേട്ടോ. ഇനി വൈൻഡപ്പ് ചെയ്യാണ് കേട്ടോ. കാര്യം ഞാൻ പറയാം കേട്ടോ, ഓർമ്മിപ്പിക്കാം. താങ്ക് യു മിസ്. ഇതാണ്